ജീവനും ജീവിതവും തുടർ പഠന പരമ്പരയുടെ 194 എപ്പിസോഡിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. നമുക്കിന്ന് പഠനത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. നമ്മൾ ഓരോ എപ്പിസോഡിലും നമ്മുടെ ജീവിതത്തെ, ദൈനംദിന ജീവിതത്തെ നേരിടുന്ന ബാധിക്കുന്ന വിഷയങ്ങളാണ്. പലപ്പോഴും നമ്മൾ സങ്കീർണതകളെ അഭിമുഖീകരിക്കുമ്പോൾ ആ പ്രശ്നങ്ങളാണ് പൊതുവെ നമ്മൾ ജീവനും ജീവിതവും പരമ്പരയിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 194 എപ്പിസോഡിലും നമുക്ക് അങ്ങനെ ഒരു വിഷയം തന്നെയാണ് തെരഞ്ഞെടുത്ത് ലഭ്യമായിട്ടുള്ളത്. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നമ്മള് വിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോഴേ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദം രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ പലപ്പോഴും അതിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് നമ്മുടെ ആവശ്യബോധങ്ങളാണ്. നമ്മുടെ മുമ്പിലെ പ്രശ്നങ്ങൾ, നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, അതൊക്കെ തന്നെയാണ് പലപ്പോഴും നമ്മളെ ആളുകളെ കർത്താവിലേക്ക് അടുപ്പിക്കുന്നത്. നമുക്കും പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചതിന്റെ ഫലം കണ്ടതും ഉത്തരം നൽകുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ള ബോധ്യവും, പ്രാർത്ഥിച്ചാൽ നമ്മൾ കേൾക്കാൻ സാധിക്കുന്ന, നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഒരു ദൈവമാണ് എന്നുള്ളതും അതിന്റെ തിരിച്ചറിവും അനുഭവവും ഒക്കെയാണ് നമ്മളെ സത്യത്തിൽ ഈ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനായിട്ട് സഹായിക്കുന്നത്. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന അങ്ങനെയല്ല. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചാലും, നമ്മൾ കണ്ണുനീരോടെ ദൈവസന്നിധി യാചിച്ചാലും ഉത്തരം കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് പലപ്പോഴും ഉള്ള പ്രശ്നം. പലപ്പോഴും ദൈവം മൗനമായിട്ടിരിക്കാറാണ്. നമ്മുടെ ആവശ്യങ്ങളെ ദൈവം കാണുന്നില്ലേ? അത് നമ്മൾ ദൈവപൈതൽ എന്ന നിലയിൽ, ദൈവത്തിന്റെ മക്കൾ എന്ന നിലയിൽ നമുക്കത് അതിനായിട്ട് യോഗ്യതയില്ലേ എന്നുള്ള ചിന്തകളൊക്കെ നമ്മളെ പലപ്പോഴും നിരാശപ്പെടുത്താറുണ്ട്. എന്നാൽ അത് അങ്ങനെയല്ല എന്ന് നമ്മൾ തിരുവചനം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. റോമലേഖനത്തിൽ അപ്പോസ്തലൻ 8-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഓർപ്പിക്കുന്ന അത് തന്നെയാണ്. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്നതാണ്. പിന്നെ അങ്ങനെ ആകുമ്പോഴും നമ്മുടെ മുമ്പിൽ പല ചോദ്യങ്ങളും നിൽക്കാറുണ്ട്. അങ്ങനെ ദൈവം അത്ര കണ്ട് മക്കളെ സ്നേഹിക്കുകയും അറിയുകയും ചെയ്യുന്ന ദൈവമാണെങ്കിൽ നമ്മൾ ഈ നിലയിൽ നമ്മൾ കണ്ണുനീരൊഴുക്കേണ്ട ആവശ്യമുണ്ടോ? പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് മുമ്പേ വരും. ദൈവം എതിരാണ്ടത് സ്നേഹവനാണെങ്കിൽ മറുപടി നമുക്ക് ലഭിക്കാതെ പോകുന്ന എന്റെ ആവശ്യങ്ങളെ ദൈവം അങ്ങനെ മുഖവിലേക്ക് എടുക്കാതെ പോകാനായിട്ട് ഇടയുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരാറുണ്ട്. അതോ ദൈവത്തിന്റെ ഇഷ്ടവും മനുഷ്യന്റെ ഇഷ്ടവും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളാണോ ഇതിന് കാരണം എന്നൊക്കെ നമുക്ക് ചിന്തയിലേക്ക് വരാറുണ്ട്. എന്നാൽ തീർച്ചയായിട്ടും ദൈവവചനത്തിൽ അതിന് ഉത്തരവുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അത് തന്നെയാണ് ആയിരിക്കാം നമ്മുടെ പ്രിയ ടോമിച്ചൻ സാറിന് നമ്മളോട് പറയാനുള്ളത്. ദൈവവചനത്തിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും, അത് പ്രാർത്ഥനയുടേതായാലും ഇതിൽ വിശ്വസിക്കുന്ന കാര്യത്തിലായാലും, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് തിരുവചനത്തിലൂടെ നമ്മളോട് സംസാരിക്കാനുണ്ട്. നമുക്കതുകൊണ്ട് ഇപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച്, നമ്മുടെ ഈ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളെ സംബന്ധിച്ചുള്ള നമ്മുടെ ആശങ്കകൾ ഇന്നൊരളവോളം തീരും എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രത്യാശിക്കാം. ടോമിച്ചൻ സഹോദരനെ ക്ലാസ് നയിക്കുന്നതിനായിട്ട് വളരെ സ്നേഹം. എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മളുടെ സഹോദരൻ പറഞ്ഞതുപോലെ നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള മാർഗമാണ് പ്രാർത്ഥന. എന്നാൽ ആ പ്രശ്ന പരിഹാരത്തിന്റെ പ്രശ്നത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾ, അവ ഉയർത്തുന്ന പ്രശ്നങ്ങൾ. നമുക്കറിയാം, ദൈവവുമായി ബന്ധപ്പെടുവാനുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള നമ്മളുടെ മാർഗം, ദൈവത്തോട് സംസാരിക്കുവാനുള്ള മാർഗം പ്രാർത്ഥനയാണ്. ദൈവം പ്രാർത്ഥന കേൾക്കും, ദൈവം മറുപടി നൽകും എന്നൊക്കെ നമ്മൾ ദൈവവചനത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയുടെ മുമ്പില് സൂര്യനും ചന്ദ്രനും നിശ്ചലമായതും സാമ്രാജ്യങ്ങളുടെ പ്രതിരോധ കോട്ടകൾ തകർന്നു വീണതുമൊക്കെ തിരുവെഴുത്തിൽ നാം കാണുന്നുണ്ട്. മാത്രമല്ല, നാം ഓരോരുത്തർക്കും പ്രാർത്ഥനയുടെ ഫലമായി ലഭിച്ച അനേക അനുഗ്രഹങ്ങൾ നമുക്ക് സാക്ഷ്യമായിട്ട് പറയുവാനായിട്ടുണ്ട്. എന്നാൽ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും നിശബ്ദതയിൽ ലയിച്ചു പോകുന്നു എന്നതുപോലെ തോന്നുന്ന പ്രാർത്ഥനകളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ തുറക്കാത്ത വാതിലുകൾ, എത്തിപ്പെടാത്ത
ആശ്വാസം, മാറാത്ത പ്രശ്നങ്ങൾ, അങ്ങനെ വരുന്നു. സത്യസന്ധമായിട്ട് പ്രാർത്ഥിച്ചിട്ട് മറുപടി ഒന്നും ലഭിക്കുന്നില്ല എന്നുള്ളത് അതുപോലെ നമ്മെ വ്യക്തിപരമായി ബാധിക്കുന്ന അതിന് അധികം പ്രശ്നങ്ങളില്ല. നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു, എന്നാൽ ഉത്തരം ലഭിക്കുന്നില്ല. ചിലർക്ക് മറുപടി ലഭിക്കാത്ത പ്രാർത്ഥനകൾ ഒരു നിരാശയായിട്ട് മാറുകയും അവർ പ്രാർത്ഥന തന്നെ നിരർത്ഥകം എന്ന് പറയുകയും ചെയ്യും. മറ്റു ചിലര് അത് വിശ്വാസത്തിന്റെ ഒരു പ്രതിസന്ധിയിലേക്ക് നയിച്ച് അവരുടെ ഹൃദയത്തിൽ അനേക ചോദ്യങ്ങൾ ഉയരും. എന്റെ പ്രാർത്ഥന തെറ്റായിരുന്നു, എനിക്ക് വിശ്വാസമില്ല, ദൈവം എന്നെ കേൾക്കുന്നുണ്ടോ, ദൈവത്തിന് എന്നെ കുറിച്ച് ശ്രദ്ധയുണ്ടോ, ഇങ്ങനെ ധാരാളം ചോദ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വരും. ഈ ചോദ്യങ്ങളൊന്നും ഒരു അവിശ്വാസിയുടെ ചോദ്യമല്ല, മറിച്ച് വിശ്വാസമുള്ള ഹൃദയത്തിന്റെ സത്യസന്ധമായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇന്നത്തെ നമ്മളുടെ ഈ സമയം, നമ്മളുടെ ചർച്ചയുടെ സമയം, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ, പ്രാർത്ഥനകൾ എന്നുള്ള സമസ്യയുടെ ഒരു ഈസി എക്സ്പ്ലനേഷൻ, ഒരു എളുപ്പമുള്ള ഒരു വിശദീകരണമോ അല്ലെങ്കിൽ ഒരു ഉടൻ പരിഹാര ഫോർമുലയോ അല്ല. കാരണം പ്രാർത്ഥന, ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥന എന്നുള്ളത് ലളിതമായ സൂത്രവാക്യങ്ങൾ കൊണ്ട് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമല്ല. മറിച്ച് അത് ദൈവസന്നിധിയിൽ കാത്തിരിക്കുവാനും ശ്രദ്ധയോടെ ദൈവത്തെ കേൾക്കുവാനും പ്രാർത്ഥനയെക്കുറിച്ചും ദൈവത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചും ദൈവത്തിന്റെ പ്രവർത്തന രീതികളെക്കുറിച്ചും നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത് എന്നതിനെക്കുറിച്ചുമൊക്കെ ചിന്തിക്കുവാനായിട്ടുള്ള ഒരു വിളിയാണ് ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളെന്ന് തിരുവെഴുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഈ സമയം ഈ വിഷയത്തിൽ ദൈവവചനം എന്ത് പറയുന്നു എന്നുള്ളത് പഠിക്കുവാനായിട്ട് ദൈവത്തിൽ ആശ്രയിക്കാം. അതായത് തന്നെ നമ്മൾ പ്രാർത്ഥന എന്താണ് എന്നുള്ള കാര്യം, പ്രാർത്ഥന വാട്ട് ഈസ് പ്രയർ, അത് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം. പ്രാർത്ഥന എന്നത് ഒരു ഗ്രോസറി ഷോപ്പില് ആവശ്യങ്ങളുടെ ലിസ്റ്റ് കൊടുത്ത് സാധനം വാങ്ങുന്ന പരിപാടി അല്ല എന്നുള്ള കാര്യം നാം ആദ്യം തന്നെ മനസ്സിലാക്കണം. ഇന്ന് ലോകത്തില് ക്രിസ്തീയ കോളത്തിൽ തന്നെ പ്രാർത്ഥനയെക്കുറിച്ച് അങ്ങനെയാണ് പലപ്പോഴും ചിന്തിക്കുന്നത്. എന്നാൽ അതല്ല പ്രാർത്ഥന. ഒരു പലചരക്കടയിൽ ലിസ്റ്റ് കൊടുത്ത് സാധനം മേടിക്കുന്ന പരിപാടി അല്ല. പ്രാർത്ഥനയെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്, പ്രയർ ഈസ് എ കമ്മ്യൂണിക്കേഷൻ വിത്ത് ഗോഡ്, സ്പീക്കിംഗ് ടു ഹിം ആൻഡ് ലിസണിങ് ടു ഹിം. പ്രാർത്ഥന ദൈവത്തോടുള്ള ആശയവിനിമയമാണ്. ദൈവം നമ്മോട് സംസാരിക്കുകയും നാം അവനോട് സംസാരിക്കുകയും ചെയ്യുന്ന സമയമാണ്. അങ്ങനെയാണ് തിരുവെഴുത്തിൽ പ്രാർത്ഥനയെ നമ്മൾ വായിക്കുന്നത്. ഉദാഹരണമായിട്ട് സങ്കീർത്തനം 25:1 നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, യഹോവേ നിങ്കിലേക്ക് ഞാൻ എൻ്റെ മനസ്സ് ഉയർത്തുന്നു. മനസ്സ് ദൈവത്തിലേക്ക് ഉയർത്തുന്ന സമയമാണ് പ്രാർത്ഥന. 2 ദിനവൃത്താന്തങ്ങളിലെ പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് അത് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്നതാണ്. അതായത് അവിടെ 2 ദിനവൃത്താന്തം 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിക്കുമ്പോൾ. അപ്പൊ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്ന, ദൈവത്തിലേക്ക് മനസ്സുയർത്തുന്ന സമയമാണ്. അപ്പൊ അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ദൈവവുമായിട്ട് ഭക്തന്റെ കമ്മ്യൂണിക്കേഷനാണ്. പ്രയറിനെ കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്, പ്രയർ ഈസ് ദ ലാംഗ്വേജ് ഓഫ് ഫെയ്ത്ത്. ഇറ്റ് ഈസ് എ ക്രീച്ചേഴ്സ് കോൺവെർസേഷൻ വിത്ത് ദ ക്രിയേറ്റർ. പ്രാർത്ഥന എന്നത് വിശ്വാസത്തിന്റെ ഭാഷയാണ്. ഇറ്റ്സ് എ ലാംഗ്വേജ് ഓഫ് ഫെയ്ത്ത്. അത് അതിന്റെ സൃഷ്ടാവുമായിട്ട് ഉള്ള സംഭാഷണമാണ്. സൃഷ്ടിയും സൃഷ്ടിതാവും തമ്മിൽ ബന്ധപ്പെടുന്ന, സംസാരിക്കുന്ന സമയമാണ്. ഒരു പിതാവിനോ അടുക്കല് ഒരു മകൻ ചെന്ന് തന്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നത് പോലെ നമ്മുടെ സന്തോഷവും ഭയവും ആവശ്യവും പാപവും എല്ലാം പറയുന്ന സമയമാണ്. അപ്പൊ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവമായിട്ട് നമ്മുടെ മനസ്സ് ദൈവസന്നിധിയിൽ പകരുന്ന ഒരു സമയമാണ്. ദൈവമായിട്ടുള്ള ഭക്തന്റെ കമ്മ്യൂണിക്കേഷനാണത്. സൃഷ്ടാവുമായിട്ട് ബന്ധപ്പെട്ട സമയമാണ്. അപ്പൊ അത് ദൈവവചനം നമ്മളോട് പറയുന്നത് അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ്. കർത്താവ് തന്നെ നമ്മളോട് പറഞ്ഞത് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ മലയിലെ പ്രസംഗത്തിൽ പറയുന്നത്, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടുമെന്നാണ്. അപ്പൊ അതിനെക്കുറിച്ച് C.H. സ്പർജൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഇംഗ്ലണ്ടിൽ പൗണ്ട് കൊടുത്താൽ സാധനം വാങ്ങിക്കാം, എന്നാൽ ദൈവരാജ്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കണമെങ്കിൽ ആസ്കിങ് ഈസ് ദ റൂൾ ഓഫ് ദ കിങ്ഡം. ചോദിക്കുക എന്നുള്ളതാണ് അവിടെ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള മാർഗം. ഇംഗ്ലണ്ടിൽ പൗണ്ടാണ് കൊടുക്കേണ്ടതെങ്കിൽ ദൈവരാജ്യത്തിൽ ചോദിക്കുക. ആസ്കിങ് ഈസ് ദ റൂൾ ഓഫ് ദ കിങ്ഡം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. രാജ്യത്തിന്റെ നിയമമാണ്, രാജ്യത്തിന്റെ
വ്യവസ്ഥകളെ കുറിച്ചാണല്ലോ പഴയ മല്ലിയിലെ പ്രസംഗം നമ്മളോട് പറയുന്നത്. അതുപോലെ യാക്കോബ് നമ്മളോട് പറയുന്നത് യാചിക്കായ കൊണ്ട് കിട്ടുന്നില്ല എന്നാണ്. അപ്പൊ യാചിക്കണമെന്നാണ്, പ്രാർത്ഥിക്കണമെന്നാണ്. 1 തെസ്സലോനിയർ 5-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് പൗലോസ് പറയുന്നത് ഇടപെടാതെ പ്രാർത്ഥിപ്പിനെന്നാണ്. അതുപോലെ തന്നെ അപ്പസ്തലന്മാര് പറഞ്ഞത് അപ്പസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിൽ ഞങ്ങളോ പ്രാർത്ഥനയിലും ദൈവവചന ശുശ്രൂഷയിലും ഉറ്റിരിക്കുമെന്നാണ്. അപ്പൊ പ്രാർത്ഥന എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പസ്തലന്മാർ 2 കാര്യം ചെയ്യുമെന്നാ പറഞ്ഞു. ഞങ്ങൾ 2 കാര്യമേ ചെയ്യുള്ളൂ അവർ പറഞ്ഞു. അപ്പോൾ അത്ര പ്രാധാന്യമുള്ളതാണ് ദൈവവചനം നമ്മളെ പ്രാർത്ഥിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു. ധാരാളം ഇടപെടാതെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു. എന്നാൽ പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ പ്രശ്നം. ഇത്രത്തോളം അധികമായിട്ട് ധാരാളം അതിന്റെ വാഗ്ദത്തങ്ങളുണ്ടോ, അല്ല നമ്മുടെ വിഷയം അതിനൊന്നും എടുക്കുന്നില്ല. അപ്പൊ പ്രാർത്ഥിച്ചിട്ടും നമുക്ക് ഉത്തരം കിട്ടുന്നില്ല. അതാണ് നമ്മളുടെ ഇന്നത്തെയും ചർച്ചാ വിഷയം. അപ്പോൾ എന്നാൽ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല. മറുപടി ലഭിക്കാത്ത പ്രാർത്ഥന എന്നുള്ളത് ഒരു പുതിയ പ്രശ്നമല്ല. ഇത് സാധാരണക്കാരുടെ പ്രശ്നമല്ല, വലിയ ആളുകളുടെ പ്രശ്നമാണ് എന്ന് തിരുവെഴുത്ത് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വലിയ വലിയ ഭക്തന്മാരുടെ വലിയ പ്രശ്നമാണ്. ഞാനൊരു ബുക്ക് വായിച്ചു ഓർക്കുന്നു, വിയേഴ്സ്ബിയുടെ, അതിന്റെ പേരിങ്ങനെയാണ്, ഫേമസ് അൺആൻസേർഡ് പ്രേയേഴ്സ്. പണ്ട് വായിച്ചതാണ്, പേര് ഓർക്കുന്നുണ്ട്. ഫേമസ് അൺആൻസേർഡ് പ്രേയേഴ്സ്, പ്രസിദ്ധമായ ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനകൾ എന്നുള്ളതാണ് ആ പുസ്തകത്തിന്റെ ഹെഡിങ്. അപ്പൊ ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥന എന്നുള്ള സമസ്യ ബൈബിൾ കൈകാര്യം ചെയ്യുന്ന വിഷയമാണ്. ഈ ബൈബിൾ വിശ്വാസികളെ പ്രാർത്ഥിക്കുവാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിലും ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥന എന്ന യാഥാർത്ഥ്യത്തിൽ അത് അഭിസംബോധന ചെയ്യുന്നുണ്ട്. വിശ്വാസികൾക്ക് പലർക്കും ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥന എന്നുള്ളത് നമുക്കറിയാവുന്നതുപോലെ അതൊരു സൈദ്ധാന്തികമായിട്ടുള്ള ഒരു പ്രശ്നമല്ല, മറിച്ച് ആഴത്തിൽ വ്യക്തിപരമായ ഒരു പോരാട്ടമാണ്. അത് പലപ്പോഴും നമ്മളിൽ ആശയക്കുഴപ്പമുണ്ടാക്കും, നിരാശയുണ്ടാക്കും, സംശയം പോലും നമുക്ക് ഉണ്ടാക്കും. എന്നാൽ ബൈബിള് ഈ സംഘർഷത്തെ നിഷേധിക്കുന്നില്ല. പകരം ബൈബിള് അത് അംഗീകരിക്കുകയും അതിനെ അഡ്രസ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് തിരുവെഴുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പം അതിനെക്കുറിച്ച് ഒരു പണ്ഡിതൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ബൈബിൾ പ്രസന്റ് പ്രയർ ആസ് എ പാർട്ട് ഓഫ് എ കോംപ്ലക്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് എ സോവറിൻ ഗോഡ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാല് there's a complex relationship between human being and a sovereign God. മനുഷ്യർക്കും പരമാധികാരിയായ ദൈവത്തിന് ഇടയിലുള്ള സങ്കീർണമായ ബന്ധത്തിന്റെ ഭാഗമാണ് പ്രാർത്ഥന. അങ്ങനെയാണ് തിരുവെഴുത്ത് പ്രാർത്ഥനയെ അവതരിപ്പിക്കുന്നത്. സിമ്പിൾ ഫോർമുലയിലല്ല ദൈവവചനം പ്രാർത്ഥനയെ കൈകാര്യം ചെയ്യുന്നത്. ഒരു സങ്കീർണമായിട്ടുള്ള മനുഷ്യനും സൃഷ്ടിയും സൃഷ്ടിതാവും തമ്മിൽ, മനുഷ്യരും ദൈവവും തമ്മിലുള്ള ഇടയിലുള്ള സങ്കീർണമായ ഒരു ബന്ധത്തിന്റെ ഭാഗമാണ്. അപ്പൊ അതത്ര ലളിതമായിട്ടുള്ള ഒരു കാര്യമല്ല പ്രാർത്ഥന. വലിയൊരു ദൈവവചനം വളരെ പ്രോത്സാഹിപ്പിക്കുകയും എന്നാൽ അത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു വിഷയമാണ് പ്രാർത്ഥന എന്നുള്ള കാര്യം നാം അറിയണം. അതുകൊണ്ട് തന്നെ അതിലിടപെടുമ്പോൾ സങ്കീർണമായിട്ട് ഉള്ള കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. പലപ്പോഴും ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ മനുഷ്യന്റെ പ്രതീക്ഷകളുമായിട്ട് പൊരുത്തപ്പെടണമെന്ന് ആവശ്യമില്ല. അതുകൊണ്ട് ധാരാളം വിയേഴ്സ്ബി പറഞ്ഞതുപോലെ ധാരാളം പ്രസിദ്ധമായ ഉത്തരമില്ലാത്ത പ്രാർത്ഥനകൾ ബൈബിളിൽ കാണാൻ സാധിക്കും. ഏറ്റവും വലിയ ഉദാഹരണമാണ് പഴയ നിയമത്തിലെ ഏറ്റവും വലിയ ക്യാരക്ടറായ, പഴയ നിയമത്തിന്റെ നായകനായിട്ട് ദൈവത്തിന് അവതരിപ്പിക്കുന്ന മോശയുടെ പ്രാർത്ഥന നമ്മൾ വായിക്കുന്നത്. മോശയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥന ദൈവം നിരസിച്ചതായിട്ടാണ് ആവർത്തന പുസ്തകം 3-ാം അധ്യായത്തിന്റെ 23 മുതൽ 27 വരെ മോശ തന്നെ പറയുന്നത്. അവിടെ മോശ ദൈവത്തോട് ഈ കാനാൻ ദേശത്ത് ഒന്ന് പ്രവേശിക്കാനായിട്ട് ഞാൻ അവിടെ നിന്ന് ഇത്രയും വന്നതാണ്, ഇത്രയും കഷ്ടപ്പാട് സഹിച്ചാണ്, അവിടെ ഒന്ന് കാലുകുത്തിയിട്ട് മരിക്കാൻ എന്നെ അനുവദിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആവർത്തന പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ദൈവം അവനോട് അവനെ ഇനി ആ കാര്യം ഞാനോട് ചോദിക്കേണ്ടത് എന്ന് ദൈവം വളരെ കൃത്യമായിട്ട് അവനോട് പറയുന്നതായിട്ട്, അതിനെ ഡിനേ ചെയ്യുന്നതായിട്ട് നമ്മൾ വായിക്കും. ദാവീദ്, അടുത്ത പഴയ നിയമത്തിലെ ഏറ്റവും വലിയ ആളാണ് ദാവീദ് തന്റെ ബേത്ശേബയിലുണ്ടായ തന്റെ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചു, ഉപവസിച്ച് പ്രാർത്ഥിച്ചു, രട്ടെടുത്ത് പ്രാർത്ഥിച്ചു. 2 ശമൂവേലിന്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നു. എന്താണ് ഫലം? കുട്ടി മരിച്ചു. അവളെ ഇല്ല എന്നുള്ളതാണ് ദാവീദിന്റെ പ്രാർത്ഥനയുടെ ഉത്തരം എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് യിരെമ്യാവിന്റെ പ്രാർത്ഥനയുണ്ട്. യിരെമ്യാവ് ഇസ്രായേലിന്റെ, യഹൂദയുടെ രക്ഷയ്ക്ക് വേണ്ടി ബാബേൽ ആക്രമണത്തിനെതിരെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവിടെ ദൈവം അതിന്റെ ഫലമായിട്ട് അതിന്റെ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പ്രാർത്ഥിക്കുന്നത് നിർത്താനാണ് ദൈവം പറഞ്ഞത്. ഉദാഹരണമായിട്ട് ചില വാക്യങ്ങൾ നമ്മൾ നോക്കിയാൽ യിരെമ്യാവ് 7:16
ദൈവം അവരുടെ 7:14 യിരെമ്യാവിൽ പറയുന്നത്, അതുകൊണ്ട് നീ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കരുത്, അവർക്ക് വേണ്ടി യാചനയും പ്രാർത്ഥനയും കഴിക്കരുത്, എന്നോട് പക്ഷപാതം ചെയ്യുകയും അരുത്, ഞാൻ നിന്റെ അപേക്ഷ കേൾക്കുകയില്ല. പ്രാർത്ഥന കേൾക്കും ഉത്തരമല്ലോ എന്ന് പറയുന്ന ദൈവം തന്നെ പറയുന്നത്, ഞാൻ കേൾക്കുകയില്ല, എന്നോട് പ്രാർത്ഥിക്കരുത്. പിന്നെ 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ദൈവം അവനോട് 14-ാം അധ്യായത്തിന്റെ 11 പറയുന്നത്, യഹോവ എന്നോട് നീ ജനത്തിനു വേണ്ടി അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് എന്നുള്ളതാണ്. വളരെ കൃത്യമായിട്ടുള്ള ഡിനയലാണ് പ്രാർത്ഥന. നോയാണ് ദൈവം ഉത്തരമായിട്ട് അവിടെ കൊടുക്കുന്നത്. അതുപോലെ ഹബക്കൂക്കിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹബക്കൂക്ക് തുടങ്ങുന്നത് തന്നെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന പരാതിയോടുകൂടിയാണ്. ഹബക്കൂക്കിന്റെ നിലവിളിക്ക് ദൈവം ഉത്തരമല്ലുന്നില്ല. ഹബക്കൂക്ക് പറയുന്നത്, യഹോവയെ എത്രത്തോളം ഞാൻ അയ്യം വിളിക്കും, നീ കേൾക്കാതിരിക്കുകയും ചെയ്യും. സാഹസം നിർത്തി ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും. ഹബക്കൂക്ക് കരയാണ് യഥാർത്ഥത്തിൽ, ദൈവം കേൾക്കുന്നില്ല. അപ്പൊ അങ്ങനെ പഴയ നിയമത്തിൽ നമ്മൾ ധാരാളം പ്രമുഖന്മാരായ പ്രവാചകന്മാരും നേതാക്കന്മാരും ഒക്കെ പ്രാർത്ഥിച്ചിട്ട് ദൈവജനത്തിന് അവർക്ക് വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി, ദൈവജനത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കുന്നില്ല. ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥനയാണ് അവരുടെ നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ പുതിയ നിയമത്തിലേക്ക് വന്നാല്, പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാന വ്യക്തി നമുക്കറിയാം കർത്താവാണ്. അത് കഴിഞ്ഞാൽ പൗലോസാണ്. കർത്താവിന്റെ പ്രാർത്ഥന, ഗത്സമനിലെ പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്, കർത്താവ് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തില്, ലൂക്കോസിന്റെ സുവിശേഷത്തിലൊക്കെ ഗത്സമന നമുക്ക് പരിചയമാണ്. പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകണമേ എന്ന് പ്രാർത്ഥിച്ചു. എന്നാല് നമുക്കറിയാം പ്രാർത്ഥനയുടെ ഉത്തരം ക്രൂശുമരണം നടന്നു എന്നുള്ള കാലം അതിന്റെ ഫലം എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ പൗലോസിന്റെ പ്രാർത്ഥന നമുക്കറിയാം. പൗലോസിന്റെ ജഡത്തിലെ മുള്ളിനെ കുറിച്ച് 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, മുള്ള് അവശേഷിച്ചു, മുള്ള് നീങ്ങിയില്ല എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പൊ പുതിയ നിയമത്തിനെക്കാട്ടിലും വലിയ ആളുകളില്ല. അപ്പോൾ ഈ പ്രാർത്ഥന ദൈവം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ മറുപടി നൽകുന്നില്ല എന്നുള്ളത് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നതാണ്. നമ്മൾ ദൈവവചനത്തിൽ അന്യമായിട്ടുള്ള ഒരു റിസൾട്ട് അല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവവചനം അങ്ങനെ വിശ്വാസികൾക്ക് അവരാഗ്രഹിക്കുന്ന രീതിയിൽ, ആഗ്രഹിക്കുന്ന സമയത്ത് ഉത്തരം ലഭിക്കുന്നില്ലാത്ത സംഭവങ്ങൾ നമ്മളുടെ മുമ്പിൽ തിരുവെഴുത്ത് തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന്റെ ഉത്തരം ലളിതമല്ല. അനേകരുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളാണ് നമ്മളിപ്പോൾ പരിശോധിച്ചത്. അപ്പോൾ ഇതൊരു പുതിയ സംഭവമല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് അങ്ങനെ ഉത്തരം കിട്ടാത്ത ചില പ്രാർത്ഥനകൾ പരിശോധിച്ച് നോക്കിയാൽ അതിന്റെ ഇടയിൽ നിന്ന് ഇതിന്റെ കാരണങ്ങൾ എന്താണ് എന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് ശ്രമിക്കാം. തിരുവഴുത്തിലെ ചില പ്രാർത്ഥനകൾ നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. അതാണ് നമ്മൾ അടുത്തതായിട്ട്. ഇതുവരെ നമ്മൾ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളെയാണ് കണ്ടതെങ്കിൽ, ഇനിയും തിരുവഴുത്തില് ചില പ്രാർത്ഥനകൾ തന്നെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ചോദിച്ച രീതിയിൽ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകള്. ഒന്നാമതായിട്ട് നമുക്കറിയാം, നമ്മളുടെ കർത്താവിന്റെ പ്രാർത്ഥന തന്നെയാണ് ഏറ്റവും പ്രസിദ്ധമായ പ്രാർത്ഥന. അതിലും ഒരു മോഡലായിട്ട് നമുക്ക് എടുക്കുവാനായിട്ട് വേറെ ഏതാണുള്ളത്? കർത്താവിന്റെ ഗത്സമനിലെ പ്രാർത്ഥന നമ്മള് സുവിശേഷങ്ങളിലൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നിന്ന് അതിന്റെ 32 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കാം. കർത്താവിന്റെ ഗത്സമനിലെ പ്രാർത്ഥന അതിങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. അവർ ഗത്സമന എന്ന പേരുള്ള തോട്ടത്തിൽ വന്നപ്പോൾ അവൻ ശിഷ്യന്മാരോട്, ഞാൻ പ്രാർത്ഥിച്ചു തീരുവോളം ഇവിടെ ഇരിപ്പിനെന്ന് പറഞ്ഞു. പിന്നെ അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ഭ്രമിപ്പാനും വ്യാകുലപ്പെടുവാനും തുടങ്ങി. എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ പാർത്ത് ഉണർന്നിരിപ്പിനെന്ന് അവരോട് പറഞ്ഞു. പിന്നെ അല്പം മുമ്പോട്ട് ചെന്ന് നിലത്ത് വീണ് കഴിയുമെങ്കിൽ ആ നാഴിക നീങ്ങിപ്പോകണം എന്ന് പ്രാർത്ഥിച്ചു. അബ്ബാ പിതാവേ, നിനക്ക് എല്ലാം കഴിയും, ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതല്ല, നീ ഇച്ഛിക്കുന്നത് അത്രേ ആകട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ കർത്താവിന്റെ ഈ പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ, കർത്താവ് ഈ പാനപാത്രം നീക്കണം എന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ ആ പാനപാത്രം കർത്താവ് തന്നെ കുടിച്ചു എന്നുള്ള കാര്യം നമുക്കറിയാം. നമുക്ക് ഈ പ്രാർത്ഥന ഒന്ന് വിശദമായിട്ട് പരിശോധിച്ചാല്, ഈ പ്രാർത്ഥന ഒരു ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയാണോ, ഉത്തരം കിട്ടിയ പ്രാർത്ഥനയാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. തിരുവെഴുത്ത് തന്നെ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതാണ് ആധികാരികമായിട്ട് ഈ പ്രാർത്ഥനയെ കുറിച്ച് നമുക്ക് പറയാനായിട്ടുള്ളത്.
തിരുവഴുത്ത് ഈ പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നത് ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയെന്നാണ്. എബ്രായ ലേഖനം 5-ാം അധ്യായത്തില് 7 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ കർത്താവിന്റെ ഗസമനയിലെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു എന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. ഇങ്ങനെ നമ്മൾ വായിക്കുന്ന ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയ്ക്ക് കാരണഭൂതനായി തീർന്നു. അപ്പൊ കർത്താവിന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. എന്നാൽ നമുക്കറിയാം ആ പ്രാർത്ഥനയ്ക്ക് കർത്താവ് പാനപാത്രം കുടിക്കുകയും ചെയ്തു. അപ്പൊ എന്താണ് ഇതിനകത്ത് കുരുക്കഴിക്കാനുള്ള സമസ്യ? എന്താണ് ഇതിനകത്ത് ഇവിടെ സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാല് നമുക്ക് ഇവിടെ കർത്താവിന്റെ ആവശ്യങ്ങൾ എന്തെല്ലാമാണെന്ന് ആദ്യം ഒന്ന് പരിശോധിച്ച് നോക്കാം. കർത്താവിന്റെ പ്രശ്നം എന്താണ്? കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ആവശ്യം എന്താണ്? കർത്താവിന്റെ ഒന്നാമത്തെ ആവശ്യം നമുക്കറിയാം മാനസികമായ ആവശ്യമാണ്. കർത്താവിന്റെ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞത് അവരെ നമ്മൾ വായിച്ചത് എന്താണ്? മർക്കോസ് 14:33 അവരെ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ഭ്രമിപ്പാനും വ്യാകുലപ്പെടാനും തുടങ്ങി എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കും അല്ലെ. അപ്പൊ കർത്താവിന് മാനസികമായ ഭ്രമവും വ്യാകുലവും ഉള്ളം വേദനിക്കുന്നതാണ്. അപ്പം ഉള്ളിലുള്ള വേദന നമുക്കറിയാം, നമ്മൾ സാധാരണത്തെ ഭാഷയിൽ അത് കർത്താവിന് മാനസികമായിട്ടുള്ള ശക്തിയാണ് ഈ പ്രാർത്ഥനയില് ആവശ്യം. അതാണ് തീർച്ചയായിട്ടും കർത്താവ് അതിനു വേണ്ടിയായിരിക്കാം പ്രാർത്ഥിച്ചത്. അതാണ് ശിഷ്യന്മാരോട് ഷെയർ ചെയ്ത പ്രാർത്ഥന ആവശ്യം. അപ്പൊ അതിന്റെ ഉത്തരം എന്താണ്? അതിന് ഉത്തരം ലഭിച്ചതായിട്ട് തിരുവഴുത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. ലൂക്കോസിന് ശേഷം 22-ാം അധ്യായത്തിന്റെ 43-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഈ പ്രശ്നത്തിന് ഇമ്മീഡിയറ്റ് ആയിട്ട് പരിഹാരം ഉണ്ടായി. ഉത്തരം കിട്ടാത്ത പ്രാർത്ഥന അല്ലിത്. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പ്രത്യക്ഷനായി എന്നാണ് നമ്മൾ വായിക്കുന്നത്. കർത്താവിന്റെ മാനസികമായ ഭ്രമത്തിനും വ്യാകുലത്തിനും മാനസികമായിട്ടുള്ള വേദനയ്ക്കും അതിന് പരിഹാരമായി മാനസികമായിട്ട് കർത്താവിനെ ശാക്തീകരിക്കുവാനായിട്ട് സ്വർഗത്തിൽ നിന്ന് അപ്പോൾ തന്നെ ദൂതൻ വന്ന് തന്നെ ശക്തീകരിച്ചതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളുടെ കൂട്ടത്തിലല്ല ഗസമന പ്രാർത്ഥനയുടെ ആദ്യത്തെ ഭാഗം എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ സാധിക്കും. കർത്താവിന്റെ രണ്ടാമത്തെ പ്രശ്നം നമുക്കറിയാം, മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നവനോട് പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ നമുക്കറിയാം തീർച്ചയായിട്ടും മരണമാണ് കർത്താവിന്റെ രണ്ടാമത്തെ പ്രാർത്ഥനാ വിഷയം. അപ്പോൾ കർത്താവിന്റെ മരണം അഥവാ വേർപാട്, അതാണ് കർത്താവിന്റെ പ്രശ്നം. പ്രശ്നത്തിന്റെ കാതൽ അതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കർത്താവ് എന്താണ് ഇത്രത്തോളം ഭ്രമിക്കുവാനുള്ള കാരണം? കർത്താവ് മരണത്തെ ഭയപ്പെട്ടിരുന്നു? ഇല്ല എന്നാണ് തിരുവഴുത്ത് നമ്മൾ പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന് 31 മുതൽ നമ്മൾ വായിച്ചാല്, ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ആ നാഴികയിൽ തന്നെ ചില പരീശന്മാർ അടുത്തു വന്നു. ഇവിടം വിട്ട് പോയിക്കൊള്ളുക, ഹേരോദാവ് നിന്നെ കൊല്ലുവാൻ ഇച്ഛിക്കുന്നു എന്ന് അവനോട് പറഞ്ഞു. എന്നാൽ കർത്താവിന് പറഞ്ഞ മറുപടി, അവരോട് പറഞ്ഞത്, നിങ്ങൾ പോയി ആ കുറുക്കനോട് ഞാൻ ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗശാന്തി വരുത്തുകയും 3-ാം നാളിൽ സമാപിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. ഞാന് ഇന്നും നാളെയും പ്രവർത്തിക്കും. ഞാൻ മരിക്കേണ്ട സമയം എനിക്കറിയാം, അല്ലെങ്കിൽ എന്റെ ജീവൻ എടുക്കുന്ന സമയം എനിക്കറിയാം, ഞാനത് സമാപിക്കുകയും ചെയ്യും. യാതൊരു കൂസലുമില്ലാതെ കർത്താവ് ആ ഭീഷണിയുടെ മുമ്പിൽ നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. മാത്രമല്ല കർത്താവിന്റെ അനുഗാമികളിൽ അനേക വനിതകൾ ഉൾപ്പെടെ എത്രയോ ലക്ഷം പേർ ധീരമായിട്ട് രക്തസാക്ഷി മരണം മരിച്ചു. ആ സ്ഥിതിക്ക് ശാരീരിക മരണമല്ല കർത്താവിനെ ഭ്രമിപ്പിച്ചത്. ശാരീരിക മരണത്തിലും എന്തിനെയോ എന്നാണ് കർത്താവ് യഥാർത്ഥത്തില് ഭയപ്പെട്ടത്. അതാണ് കർത്താവിൽ വ്യാകുലത ഉണ്ടാക്കിയത്. എന്താണതെന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. പിതാവിനാലുള്ള കൈവിടപ്പെടലാണ്, ദൈവത്തിൽ നിന്നുള്ള വേർപാടാണ് കർത്താവിനെ ഭ്രമിപ്പിച്ചത്. കാൽവരിയിലെ കർത്താവ് അനുഭവിക്കാനിരുന്ന അതാണ്. എന്താണ് ഈ നരകം എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം പാപികൾക്ക് നരകശിക്ഷയാണ്. നരകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നരകത്തിന്റെ ഏറ്റവും വലിയ നരകം എന്ന് പറഞ്ഞാൽ ദൈവമായിട്ടുള്ള വേർപാടാണ്. നരകത്തിന്റെ ഏറ്റവും വലിയ യാതന എന്ന് പറഞ്ഞാൽ അവിടെ ദൈവമില്ല എന്നുള്ളതാണ്. സൃഷ്ടിതാവിനുമായിട്ട് ബന്ധമില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല. കാൽവരിയുടെ ക്ലൈമാക്സിൽ എന്താ സംഭവിച്ചത്? നമുക്കറിയാവുന്നവർ ഒന്നിനെയും ഭയപ്പെടാത്ത കൂസാത്ത കർത്താവ് ഉച്ചത്തിൽ നിലവിളിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. എപ്പോഴാണ് കർത്താവ് നിലവിളിച്ചത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ഏകദേശം 9-ാം മണി നേരത്തെ യേശു ഏലി ഏലി ലമാ സബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു. എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്നർത്ഥം. എന്നാൽ ദൈവം കൈവിട്ടപ്പോൾ കർത്താവ് ഉറക്കെ കരഞ്ഞുപോയെന്ന് നമ്മൾ വായിക്കുന്നു. ഒന്നിന്റെ മുമ്പിലും കൂസാത്ത, ഒന്നിനെയും ഭയപ്പെടാത്ത കർത്താവ്.
അവൻ ഭയപ്പെട്ട് അവൻ നിലവിളിച്ചു പോയി. പിന്നെ 50-ാം വാക്യത്തിൽ മത്തായി 27 നമ്മൾ വായിക്കുന്ന യേശു പിന്നെയും ഉറക്ക നിലവിളിച്ച് പ്രാണനെ വിട്ടെന്നാണ്. അപ്പോൾ യഥാർത്ഥത്തില് ഗെത്സമനയിൽ കർത്താവിന്റെ സിരകളെ തകർത്തത് ഭൗതിക മരണത്തിന്റെ വേദനകളല്ല, ഈ വരാൻ പോകുന്ന ദൈവവുമായിട്ടുള്ള വേർപാടിന്റെ അല്ലെങ്കിൽ നരകയാതനയുടെ ഏറ്റവും ഭയാനകമായിട്ടുള്ള ഭാഗമായ ദൈവമായിട്ടുള്ള വേർപാട്. ഇത് ഒരു രക്തസാക്ഷി അനുഭവിച്ചിട്ടില്ല. രക്തസാക്ഷികളൊക്കെ മരിക്കുമ്പോൾ നമുക്കറിയാം, സ്റ്റെഫാനോസിന് അടുത്ത് നോക്കിയ ദൈവ സാന്നിധ്യം വളരെ അടുത്ത് അനുഭവിച്ചുകൊണ്ടാണ് അവര് ഇവിടെ നിന്ന് കാലെടുത്ത് മരണത്തിലൂടെ ഒക്കെ നടന്നു പോയത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനെക്കുറിച്ച് ഡോക്ടർ പോൾ ഇങ്ങനെ എഴുതിയതായിട്ട് ഞാൻ വായിച്ചു. അദ്ദേഹം എഴുതി ഇങ്ങനെയാണ്: കർത്താവിന്റെ ഗെത്സമനയിലെ പോരാട്ടവും ക്രൂശിലെ മരണവും രക്തസാക്ഷികളുടെ അനുഭവത്തിൽ നിന്ന് വിഭിന്നമാണ്. ദൈവ സാന്നിധ്യ ബോധവും തൽഫലമായ സമാധാനവും തികച്ചും അനുഭവിച്ചാണ് രക്തസാക്ഷികൾ മരിച്ചത്. എന്നാൽ കർത്താവാകട്ടെ ദൈവം കൈവിട്ട് ദൈവത്തിന്റെ യാതൊരു സമാധാനവും സാന്നിധ്യബോധവും ഇല്ലാതെ കർത്താവ് ലോകത്തിന്റെ പാപത്തിന്റെ പരിഹാരമായി മനുഷ്യവർഗത്തിന്റെ പ്രതിനിധിയായിട്ട് എടുക്കുക. അങ്ങനെ ഒരു മരണം ഇതുവരെയും ആരും അനുഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ കർത്താവിന് ഇതിൽ നിന്ന് ഉത്തരം ലഭിച്ചോ? കർത്താവിന് മരണത്തിൽ നിന്ന് ഉത്തരം ലഭിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒന്ന് നമുക്കറിയാം, ഗെത്സമനയിൽ കർത്താവ് അവസാനം പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചത് എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്നാണ്. പിതാവിന്റെ ഇഷ്ടം നടന്നു എന്ന് നമുക്കറിയാനായിട്ട് സാധിക്കും. ഇപ്പൊ കർത്താവിന് മരണത്തിൽ നിന്ന് ഉള്ള ഉദ്ധാരണം ലഭിച്ചത് നമുക്കറിയാം പുനരുത്ഥാനത്താലാണ്. ഉയർപ്പ്, കർത്താവിന്റെ ഉയർപ്പ് എന്നുള്ളത് കർത്താവിന്റെ പ്രാർത്ഥനയുടെ മറുപടിയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പുനരുത്ഥാനത്താൽ കർത്താവ് മരണത്തെ തന്നെ പരാജയപ്പെടുത്തിയതായിട്ടാണ് നമ്മൾ കാണുന്നത്. കർത്താവ് ക്രിസ്തുവിന്റെ മരണത്തിൽ നിന്നുള്ള രക്ഷ, മരണത്തിൽ കൂടെയുള്ള രക്ഷയാണ് കർത്താവിന് ലഭിച്ചത്. എന്നാൽ നമുക്കറിയാം ആ രക്ഷ കർത്താവിന്റെ മാത്രം രക്ഷയല്ല, അവനിൽ വിശ്വസിക്കുന്ന, ഇനി വിശ്വസിക്കുവാൻ പോകുന്ന കോടാനുകോടി ആളുകൾ ദൈവവുമായിട്ടുള്ള വേർപാടിൽ നിന്ന് രക്ഷപ്പെടത്തക്ക വിധത്തില് അവന്റെ രക്ഷ അവന്റെ മാത്രം മരണത്തിൽ നിന്നുള്ള രക്ഷയല്ല, മാനവരാശിയുടെ, അവൻ വിശ്വസിക്കുന്ന എല്ലാവരുടെയും പാപത്തിൽ നിന്നുള്ള മോചനം അഥവാ പിതാവിൽ നിന്നുള്ള വേർപാടിൽ നിന്നുള്ള രക്ഷ, ദൈവവുമായിട്ടുള്ള വേർപാട് ഇനി അനുഭവിക്കാതെ വണ്ണം കർത്താവിൽ വിശ്വസിക്കുന്ന എല്ലാവരും അങ്ങനെ ഇനിയും ഒരിക്കലും മരണം കാണാതെ വണ്ണം, ദൈവമായിട്ടുള്ള വേർപാട് കാണാതെ വണ്ണം അവരെ നിത്യതയിലേക്ക്, നിത്യരക്ഷയ്ക്ക് അവൻ കാരണഭൂതനായി തീർത്തക്കോണം കർത്താവിന്റെ ഉത്തരം കോടാനുകോടികളുടെ മരണത്തിന്റെ ഉത്തരമായിട്ട്, തന്റെ മാത്രമല്ല കോടാനുകോടികളുടെ മരണത്തിന്റെ ഉത്തരമായിട്ട് ഭവിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും കർത്താവിന്റെ പ്രാർത്ഥനയ്ക്ക് അപ്പോഴല്ല മറുപടി ലഭിച്ചത്. ആ രീതി, നമ്മൾ ഉദ്ദേശിച്ച രീതിയിലല്ല. ദൈവത്തിന്റെ വഴികൾ എത്ര അപ്രമേയം എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കൊലോസ്യ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേറ്റു എന്ന് നമ്മൾ വായിക്കുന്നു. ക്രിസ്തു മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ്, കൊലോസ്യ ലേഖനത്തിൽ അവനോടുകൂടെ നമ്മളും ഉയർത്തെഴുന്നേറ്റ്. ക്രിസ്തു വിശ്വസിക്കുന്ന എല്ലാവരും മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ ദൈവമായിട്ടുള്ള വേർപാട് ഇനി ഒരിക്കലും അനുഭവിക്കാതെ വണ്ണം കോടാനുകോടികളുടെ മരണത്തിന്റെ ഉത്തരമായിരുന്നു കർത്താവിന്റെ മരണം. ഇപ്പൊ കർത്താവിന്റെ പ്രാർത്ഥനയുടെ ഉത്തരം എന്ന് പറഞ്ഞാല് മരണത്തിൽ കൂടെയുള്ള ഉത്തരമാണ്, പുനരുത്ഥാനമാണ്. അത് തനിക്ക് മാത്രമല്ല, കർത്താവിന്റെ പ്രാർത്ഥന താൻ ദൈവമായതുകൊണ്ട് അത് അങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ടുള്ള വലിയ ഒരു സംഖ്യ ആളുകളുടെ രക്ഷയ്ക്കും കാരണമായി തീർന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കറിയാം കർത്താവിന്റെ പ്രാർത്ഥനയെ നമ്മൾ പഠിച്ചാല് ദൈവം അനുഭവിക്കുന്ന കഠിനമായിട്ടുള്ള പ്രാർത്ഥന നിർവികാരമായ ഒരു കാര്യമല്ല, വൈകാരിക ഭാവങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അങ്ങനെ ആ പ്രാർത്ഥനയിൽ നിന്നുള്ളത് നമുക്ക് ആ കഠിനമായ ജീവിത രംഗങ്ങളിലൂടെ കടന്നു പോകാനായിട്ടുള്ള വലിയ ശക്തി ലഭിക്കുന്നു എന്ന് മാത്രമല്ല, കർത്താവിനെ കുറിച്ച് നമ്മൾ വായിച്ചത് താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ തികഞ്ഞവനായി എന്നാണ്. ജീവിതത്തിന്റെ ഒരു പാഠശാല, അനുഭവങ്ങളുടെ പാഠശാലയാണ് ഈ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥന എന്ന് കർത്താവിന്റെ പ്രാർത്ഥനയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഉത്തരം പറഞ്ഞ കാര്യം പറഞ്ഞതുപോലെ ലഭിക്കുക എന്നുള്ളതല്ല, നമ്മളെ ജീവിതത്തില് അനേക അനുഭവങ്ങളുള്ളവരായി തികഞ്ഞവരാക്കി തീർക്കുവാനായിട്ടുള്ള ദൈവത്തിന്റെ പരിപാടിയാണ്. ഇയ്യോബിന്റെ അനുഭവങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള തന്റെ പ്രാർത്ഥന ദൈവം ആദ്യം കേട്ടില്ല, അവസാനവും പറയുന്നത് നിന്നെ കുറിച്ച് ഞാന് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ ഇതാ കണ്ണാൽ കണ്ടു എന്നുള്ളതാണ്. അപ്പൊ കർത്താവിന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാല് നമുക്കറിയാവുന്നതുപോലെ അതിന്റെ ഉത്തരം ലഭിച്ചത് നമ്മൾ ഉദ്ദേശിച്ച പ്രാർത്ഥന നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലല്ല എങ്കിലും അതാണ് യഥാർത്ഥത്തിലുള്ള ഉത്തരം. അതുപോലൊരു ഉത്തരം കിട്ടിയ പ്രാർത്ഥന ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇപ്പൊ അടുത്തതായിട്ട് നമുക്ക് പൗലോസിന്റെ പ്രാർത്ഥന എന്ന് പരിശോധിച്ച് നോക്കാം.
കർത്താവിന്റെ പ്രശ്നം മരണത്തിന്റെ ദൈവമായിട്ടുള്ള വേർപാടിന്റെ പ്രശ്നം, അതുപോലെ മാനസികമായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ പൗലോസിന്റെ പ്രാർത്ഥന നമ്മൾ വായിക്കുന്നത് അതൊരു ശാരീരിക പ്രശ്നമായി. ശാരീരിക സൗഖ്യത്തിനായിട്ടാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. നമുക്കറിയാം, കർത്താവിന്റെ അപ്പസ്വലന്മാരുടെ ഒക്കെ അടുക്കൽ വന്ന ജനങ്ങളെ മിക്കവാറും പ്രാർത്ഥിച്ചത് അവരുടെ ശാരീരിക സൗഖ്യത്തിന് വേണ്ടിയാണ്. അതൊക്കെ അവർക്ക് ലഭിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ യാക്കോബ് ശാരീരിക സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നു. പ്രത്യേക സാഹചര്യത്തിലാണെങ്കിലും ദീനമായി കിടക്കുന്നവര് മുപ്പന്മാരെ വരുത്തി പ്രാർത്ഥിക്കണം. ദൈവം വിശ്വാസത്തിന്റെ പ്രാർത്ഥന ദീനക്കാരെ രക്ഷിക്കുമെന്നാണ്. പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് പാപത്തിന് പ്രശ്നപ്പെട്ട പ്രത്യേക സാഹചര്യമാണെങ്കിലും ദീനക്കാരെ പ്രാർത്ഥന രക്ഷിക്കുമെന്നാണ്. മാത്രമല്ല, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തില് 3 യോഹന്നാനില് തന്റെ പ്രിയ ഗയോസിന് താൻ എഴുതുമ്പോൾ യോഹന്നാൻ 3 യോഹന്നാനിൽ യോഹന്നാൻ പറയുന്നത്, പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സകലത്തിലും സുഖം എന്നുള്ള വാക്ക് ആരോഗ്യത്തോടെ ഇരിക്കണം എന്നുള്ള പ്രാർത്ഥനയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാല് ഗായോസ് ആത്മീയമായിട്ട് വളരുന്ന പോലെ അവന്റെ എല്ലാ വഴികളിലും അവൻ പുരോഗതി പ്രാപിക്കണം, അവൻ ആരോഗ്യത്തോടെ ഇരിക്കണം. അവിടെ ഉപയോഗിച്ചിട്ടുള്ള ഹൂഗിയൈനോ എന്നുള്ള വാക്ക് ടു ബി ഇൻ ഗുഡ് ഹെൽത്ത് എന്നാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള തർജ്ജമ. ഇംഗ്ലീഷിലൊക്കെ നിങ്ങൾക്കറിയാം, ടു ബി ഇൻ ഗുഡ് ഹെൽത്ത് എന്ന് തന്നെയാണ് അവര് തർജ്ജമ ചെയ്തിരിക്കുന്നത്. എബിയോസിലും അങ്ങനെയാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഗായോസിന്റെ ആരോഗ്യത്തിന് വേണ്ടി യോഹന്നാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ പൗലോസ് തന്റെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത മാറുവാനായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുന്ന 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ പരിചയമുള്ള പ്രാർത്ഥനയാണ്. പൗലോസ് പറയുന്നത്, ഞാൻ പ്രാർത്ഥിച്ചു, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കാൻ എനിക്ക് ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ, അത് എന്നെ വിട്ടു പോകുവാൻ ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോട് എന്റെ ബലഹീനതകൾ പ്രശംസിക്കും. പൗലോസിന് ജഡത്തിലെ ശൂലമാണ് പ്രശ്നം, ജഡത്തിലെ പ്രശ്നമാണ് എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം മൂർച്ചയുള്ള ഒരു മുള്ളുപോലെ ശരീരത്തിന് വേദനാജനകമായ എന്തോ ഒന്ന് പൗലോസിനുണ്ട്. പൗലോസ് ആത്മീയമായി അഹങ്കരിക്കാതിരിക്കാനായിട്ട് അത് ശരീരത്തിൽ ഇങ്ങനെ വേദന ഉണ്ടാക്കിക്കൊണ്ടിരുന്നു എന്ന് നമുക്ക് അതിൽ നിന്ന് പഠിക്കാം. എന്താണ് കൃത്യം നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്കറിയാം, പൗലോസ് മാനസാന്തരത്തിന് മുമ്പ് തന്റെ പാരമ്പര്യത്തിലും കഴിവുകളിലും നേട്ടങ്ങളിലും ഒക്കെ ആശ്രയിക്കുകയും പ്രശംസിക്കുകയും ചെയ്ത വ്യക്തിയാണ്. സ്വാഭാവികമായും ഇപ്പോഴും ദൈവത്തിന്റെ നൽകിയ വെളിപ്പാടിലും അപ്പസ്തോലൻ എന്ന സ്ഥാനത്തിലും തന്റെ വിജയത്തിലും നേട്ടങ്ങളിലും ഒക്കെ അഭിരമിച്ചു പോകാനുള്ള വലിയ പ്രത്യേകമായിട്ടുള്ള സാധ്യതയും അപകടവും പൗലോസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ദൈവം അത് വരാതിരിക്കാൻ വേണ്ടി നടത്തിയ സംവിധാനമാണ്. ഗലാത്യർ 4:13 പൗലോസ് പറയുന്നുണ്ട്, എന്റെ ശരീരത്തിന്റെ ബലഹീനത നിമിത്തം എന്ന് പറയുന്നു. അപ്പോൾ പൗലോസ് ദൈവ ശരീരത്തിന്റെ ബലഹീന, അത് ഇതിനെക്കുറിച്ചായിരിക്കാം. അപ്പം പൗലോസ് ആത്മീയമായിട്ടുള്ള അഹങ്കാരത്തിലെ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി ദൈവം രൂപകൽപ്പന ചെയ്ത ഒരു കാര്യമാണ്. പൗലോസ് അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. എന്നാൽ നാം വായിക്കുന്നത് ആ പ്രശ്നം മാറിയില്ല. അതിലൂടെ കടന്നു പോകാനുള്ള ശക്തിയാണ് ദൈവം എനിക്ക് വാഗ്ദാനം ചെയ്തത്. ആ രോഗത്തോടുകൂടെ അല്ലെങ്കിൽ ആ ശാരീരികമായിട്ടുള്ള പ്രശ്നത്തോടുകൂടെ ജീവിക്കുക, അങ്ങനെ ജീവിക്കാനുള്ള കൃപ ദൈവം അവന് കൊടുത്തു. ഇപ്പൊ ശാരീരികമായിട്ടുള്ള നമുക്കറിയാവുന്ന നമുക്ക് ദേഹത്തോടെയുള്ള വേദനയായിരിക്കും, അല്ലെങ്കിൽ എന്തൊരു പ്രശ്നമാണ്, അതവിടെ നിൽക്കും, അത് മാറുകയില്ല. അതുകൊണ്ട് അതിനോടുകൂടെ ശുശ്രൂഷ ചെയ്യുവാനുള്ള ശാക്തീകരണമാണ് തനിക്ക് ലഭിച്ചത്. അപ്പോൾ നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാം, ബൈബിൾ അല്ലെ, ദൈവത്തിന്റെ പരിപാടികൾ നാം ചോദിക്കുന്നത് പോലെയുള്ള അല്ല. ദൈവം ഉത്തരം അരുളുന്നത് കൊണ്ട് പ്രാർത്ഥനകൾ പലപ്പോഴും നമ്മൾ ഉത്തരം കിട്ടിയില്ല എന്ന് പറയും. എന്നാൽ ദൈവത്തിൻ്റെതായ രീതിയിലാണ് ദൈവം ഉത്തരം നൽകുന്നത്. ബൈബിൾ നൽകുന്ന വിശദീകരണം എന്ന് പറഞ്ഞാല് ദൈവിക വീക്ഷണം മനുഷ്യന്റെ വീക്ഷണത്തെക്കാൾ വിശാലവും ദൈവത്തിന്റെ വഴികൾ മനുഷ്യന്റെ വഴികളിലും ഉയർന്നതും വ്യത്യസ്തവുമാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന എന്താണ്? എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിൽ നിന്നും ഉയർന്നിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ വഴികൾ വ്യത്യസ്തമാണ്. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം തന്റെ സാഹചര്യങ്ങൾ മാറാനായിട്ട് അവൻ പ്രാർത്ഥിച്ചു. അപ്പൊ അതിനെക്കുറിച്ച് ഒരു വ്യക്തി പറഞ്ഞ പോലെ, സാഹചര്യം മാറാനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവം എന്നെ തന്നെയാണ് മാറ്റിയത്. അപ്പൊ അതിനെക്കുറിച്ച് ഒരു ഭക്തൻ എഴുതി ഇങ്ങനെയാണ്, ഹാവിങ് എ ന്യൂ ഹാർട്ട് ഈസ് ബെറ്റർ ദാൻ എ ന്യൂ കാർ എന്നുള്ളതാണ്. പുതിയൊരു കാർ കിട്ടുന്നതിനേക്കാൾ നല്ലതാണ് പുതിയൊരു ഹൃദയം കിട്ടുക എന്നുള്ളത്. അപ്പോൾ ആ സാഹചര്യത്തിലൂടെ നമ്മൾ ചില കാര്യങ്ങൾ മാറാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആ സാഹചര്യമല്ല മാറ്റുന്നത്, നമ്മളെയാണ് മാറ്റുന്നത്. അത് ഇവിടെ പൗലോസിനെ സംഭവിച്ചതാണ്.
ഒരു പുതിയൊരു കാർ കിട്ടുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് പുതിയ ഒരു ഹൃദയം കിട്ടുന്നതെന്ന് പ്രാർത്ഥനയെ കുറിച്ച് ഒരു ഭക്തൻ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. നമ്മൾ കാർ ചോദിച്ചു, പക്ഷെ നമുക്ക് ഒരു പുതിയ കാഴ്ചപ്പാടാണ് ദൈവം കാറിന് പകരം നൽകിയത്. അപ്പൊ ഇവിടെ പൗലോസിന് ശാരീരികമായ ബലഹീനതയ്ക്ക് പ്രാർത്ഥിച്ചപ്പോൾ തനിക്ക് കിട്ടിയ ഉത്തരവ് എന്ന് പറഞ്ഞാല് അതിലൂടെ കടന്നു പോകാനുള്ള കൃപയാണ്. അപ്പോൾ അത് ഉത്തരം ലഭിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമുക്ക് പ്രാർത്ഥന പരിശോധിക്കാനുള്ള ഭൗതിക ജീവന് വേണ്ടിയുള്ള വസ്തുവകകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. നമ്മൾ ഒന്ന് കണ്ടത് മാനസികമായിട്ടുള്ള കർത്താവിന്റെ ഭ്രമവും അതുപോലെ മരണത്തിൽ നിന്നുള്ള രക്ഷയ്ക്ക് പൗലോസിന്റെ രോഗത്തിന് വേണ്ടി ദൈവത്തോട് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു, അതിന്റെ ഉത്തരമാണ്. ഇനിയും ഭൗതികമായിട്ടുള്ള ജീവവസ്തുക്കൾക്ക്, ജീവന് വേണ്ടിയുള്ള വസ്തുക്കൾക്ക് വേണ്ടി, ജീവനോപാധികൾക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം. മലയിലെ പ്രാർത്ഥനയിലെ പ്രസംഗത്തിലെ കർത്താവ് പറഞ്ഞു, 2 യജമാനന്മാരെ 6 അധ്യായത്തിൽ പറഞ്ഞു, 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും കഴിയില്ല, നിങ്ങൾക്ക് മാമോനെയും ദൈവത്തെയും കൂടെ സേവിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ ശേഷം ഉടനെ കർത്താവ് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് എന്ന് കർത്താവ് പറഞ്ഞ ശേഷം പിന്നെ 6:32 കർത്താവ് പറയുന്നു, ഈ വക ജാതികൾ അന്വേഷിക്കുന്നു, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിഞ്ഞിരിക്കുന്നു, മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടെ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുമെന്ന്. അപ്പോൾ കർത്താവോട് പറയുന്നത് നമുക്ക് 6 അധ്യായം നിങ്ങൾക്ക് അറിയുള്ളതാണല്ലോ. ജീവിതത്തിന്റെ ആകുലതകളിൽ ജീവനെയും ജീവിതത്തെയും കുറിച്ച് ഉള്ള ചിന്തകൾ മുഴുകിയിരിക്കുന്ന മനുഷ്യരുടെ മധ്യത്തില് ആകുലതകളില്ലാതെ എങ്ങനെ ജീവിക്കാമെന്നാണ് കർത്താവ് സിമ്പിളായിട്ട് അവിടെ പഠിപ്പിക്കുന്നത്. ലോകം മുഴുവൻ ആകുലത കൊണ്ടും വ്യാകുലത കൊണ്ടും അങ്ങനെ ഓടി നടക്കുകയാണ്. അതിന്റെ മധ്യത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച് അങ്ങനെ ജീവിക്കാം. അതിന് കർത്താവ് പറയുന്നത്, ഇങ്ങനെ ആകുലത നിറഞ്ഞൊരു ലോകത്തില് അന്നന്നത്തെ ആവശ്യങ്ങൾക്ക് സൃഷ്ടാവിൽ ആശ്രയിച്ച് സൃഷ്ടാവിൽ നിന്ന് പ്രാപിച്ച് ജീവിക്കുന്ന ഒരു ക്രമീകരണമാണ് ബലഹീനർ എന്ന് നിങ്ങൾ പറയുന്ന കോടാനുകോടി ജീവികൾക്കുള്ളത്. അതാണ് കാക്കയെ നോക്കുവാൻ അങ്ങനെ കർത്താവ് പറയുന്നു. നിങ്ങൾ ബലഹീനരെന്ന് പറയുന്ന അനേക ജീവികളും ദൈവത്തിന്റെ നന്മകൾ അനുദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ജീവിക്കുകയാണ്. അതുകൊണ്ട് ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തിൽ ആശ്രയിച്ച് ഓരോ ദിവസത്തെയും വെല്ലുവിളികളെ സ്വീകരിച്ച് വിശ്വാസികൾക്ക് ജീവിക്കാൻ സാധിക്കുമെന്നുള്ള ഉറപ്പാണ് കർത്താവ് അവിടെ നിന്ന്. എന്തൊക്കെ നൽകാന്ന് കർത്താവ് പറഞ്ഞത്? അതോടുകൂടി ഇതെല്ലാം കിട്ടും. ആർക്ക് കിട്ടും? നിങ്ങൾ എന്തിനാണ് കിട്ടുന്നത്? രാജ്യവും നീതിയും അന്വേഷിക്കാൻ കിട്ടുമെന്ന് പറഞ്ഞു. നിങ്ങൾ അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ ഇതെല്ലാം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. അപ്പോൾ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവർക്ക് ഉള്ള വിഭവങ്ങളാണ് ഈ ലോകത്തിൽ കർത്താവ് വിശ്വാസികൾക്ക് കൊടുക്കുന്നത്. ഈ വിഭവങ്ങൾ വിശ്വാസികൾക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്നത് രാജ്യത്തിന് വേണ്ടിയാണ്. ദൈവരാജ്യത്തിന്റെ പണിക്കും വികാസനത്തിനും വേണ്ടി ഉപയോഗിക്കാനുള്ള വിഭവങ്ങളാണ്. അത് അന്വേഷിക്കുവിൻ, നിങ്ങൾക്ക് ഇതെല്ലാം തരാമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആണ് നമുക്കറിയാം മിഷൻ പ്രവർത്തനങ്ങളിലൊക്കെ അവർ കർത്താവിൽ ആശ്രയിച്ചാണ്, അല്ലെ? പൗലോസിനോട് ഹഡ്സൺ ടൈലർ പോകാൻ നോക്കിയോ ചോദിച്ചില്ല, ഹഡ്സനോട് ചോദിച്ചു, നീ എങ്ങനെ അല്ലെ അങ്ങനെ പൗലോസിനെയും നിനക്ക് ആര് നിന്റെ ഭൗതിക കാര്യം നോക്കുമെന്ന് പറഞ്ഞപ്പോ എന്താ ഹഡ്സൺ പറഞ്ഞത്? ഹഡ്സൺ ടൈലർ പറഞ്ഞത്, പൗലോസിനെയും പത്രോസിനെയും ഒക്കെ പരിപാലിച്ച ദൈവം ജീവിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അവൻ എന്നെ പുലർത്തുമെന്നുള്ള വിശ്വാസത്തിലാണ് പോയത്. അപ്പൊ ഈ ലോകത്തിലെ വിഭവങ്ങളെല്ലാം ദൈവരാജ്യത്തിനും നീതിക്കും വേണ്ടിയുള്ളതാണ്. അങ്ങനെയാണ് വിശ്വാസികൾ അതിനെ വിനിയോഗിക്കേണ്ടത്. അങ്ങനെയുള്ളവർക്ക് ആണ് ദൈവം അത് വെച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ വായിക്കുന്നത്. ശരി, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം, എന്താ മറുപടി ലഭിക്കുക? അങ്ങനെയാണല്ലോ പറഞ്ഞല്ലേ, ഒന്നിനെ കുറിച്ച് വിചാരപ്പെട്ടത്, അതുകൊണ്ട് ചോദിപ്പിൻ, ദൈവരാജ്യം അന്വേഷിക്കണം, ചോദിപ്പിൻ നിങ്ങൾക്ക് കിട്ടുമെന്നാണ്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യവും 7-ാം വാക്യവും വളരെ പ്രസിദ്ധമാണ്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ഫിലിപ്പിയ ലേഖനം 4:6 ഇങ്ങനെ പറയുന്നു, ഒന്നിനെ കുറിച്ച് വിചാരപ്പെട്ടിരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കത്രേ വേണ്ടത്. അപ്പൊ ഇവിടെ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എന്ന് പറഞ്ഞിരിക്കുന്ന ഗ്രീക്ക് വാക്ക് തന്നെയാണ് മത്തായി 6:25 നമ്മൾ നേരത്തെ കണ്ടത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് ഉടുക്കുമെന്ന് നിങ്ങൾ വിചാരപ്പെട്ടിരുത്. സെയിം വാക്കാണ്. വിചാരപ്പെട്ടിരുന്ന അവിടെ ഉപയോഗിച്ച അതേ ഗ്രീക്ക് വാക്കാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. മെറിനാവോ എന്നുള്ള വാക്കാണ് രണ്ട് സ്ഥലത്ത് ഉപയോഗിച്ചത്. ഒന്നിനെ കുറിച്ച് വിചാരപ്പെട്ടു. ശരി, പ്രാർത്ഥിച്ചു. എന്നിട്ടെന്താ മറുപടി? 4:7 എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുക്കാക്കുമെന്നാണ്. അപ്പോൾ ഇവിടെ വിചാരപ്പെടാത്ത ഒരാൾക്ക് പ്രാർത്ഥിച്ചു, എല്ലാം ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ എന്താ കിട്ടിയത്? ഹൃദയത്തിൽ സമാധാനം കിട്ടി. അവന്റെ ആകുലതകള്
മാറിപ്പോവും. 4:19 നമ്മൾ വായിക്കുന്നത്, എന്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ ഈ മഹത്വത്തോടെ തന്റെ തലത്തിലത്തോണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഇവിടെ നമ്മളോട് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് അവന് കിട്ടിയത് 4:7 ഹൃദയത്തില് ദൈവാശ്രയവും ഹൃദയം നിറഞ്ഞു കവിയുന്ന സമാധാനവും കിട്ടിയെന്നാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർക്ക് ആ സാഹചര്യത്തെ അങ്ങനെ അതിലൂടെ കടന്നു പോകാനുള്ള കൃപയാണ് ദൈവം ആദ്യം നൽകുന്നത്. 4:7 ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടിയതാണ്. 4:19 വരുമ്പോഴാണ് തന്റെ ധനത്തിനൊത്തവണ്ണം മാറ്റിത്തരുമെന്ന് പറഞ്ഞു. ധനത്തിനൊത്തവണ്ണം അവന് സമാധാനം ആദ്യമായി നൽകി എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾക്ക് ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട ഒരു കുടുംബനാഥനെ എബ്രായ ലേഖനം 13 അധ്യായത്തിൽ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ എബ്രായ ലേഖനം 13 അധ്യായം വായിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വിവാഹം എല്ലാവർക്കും മാന്യമെന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം അതിഥിസൽക്കാരം മറക്കരുത് എന്ന് പറഞ്ഞു. വിവാഹത്തെക്കുറിച്ച്, കുടുംബാഹത്തെക്കുറിച്ച്, കുടുംബയോഗത്തെക്കുറിച്ച് പറഞ്ഞ ശേഷം 13:4 നമ്മൾ വായിക്കുന്നത്, നിങ്ങളുടെ നടപ്പ് 5-ാം അധ്യായം, നിങ്ങളുടെ 5-ാം വാക്യം 13:5, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ അത് വായിക്കാൻ നമുക്കറിയാം. ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ ആൾപ്പെട്ട ഒരു കുടുംബനാഥനെയാണ് യഥാർത്ഥത്തിൽ അവിടെ അഭിസംബോധന ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. കുടുംബസ്ഥനാണെന്ന കാര്യം സംശയമില്ല. ആ കുടുംബത്തെ കുറിച്ച് പറഞ്ഞ്, കുടുംബജീവിതത്തിന്റെ അതിസൽക്കാരത്തെ കുറിച്ച് പറഞ്ഞ്, കുടുംബജീവിതത്തെ കുറിച്ച് പറഞ്ഞിട്ട് ദ്രവ്യാഗ്രഹമില്ലാതെ കുടുംബജീവിതം ചെയ്യണം എന്ന് പറഞ്ഞാൽ ആകുലതകളില്ലാതെ ഈ ലോകത്തിലേക്ക് ചാഞ്ഞു പോകാതെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കണം. എന്നിട്ട് എന്താ പറഞ്ഞത്? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടും. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നവരോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യനോട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാമെന്ന്. അപ്പൊ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനാ പറയുന്നത്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള കൃപയാണ് ചോദിക്കുന്നവർക്ക് കിട്ടുന്നത്. ദ്രവ്യാഗ്രഹം പണം കൊടുത്ത് ഇല്ലായ്മ ചെയ്യാനായിട്ട്, സമ്പത്ത് നൽകിയൊന്നും ഇല്ലായ്മ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ദൈവത്തിൽ ആശ്രയിച്ച് ഇവിടെ ജീവിക്കുവാനുള്ള കൃപയാണ് മനുഷ്യന് ആവശ്യം. അല്ലാതെ വസ്തുവകകളുടെ പെരുപ്പമല്ല മനുഷ്യനെ തൃപ്തനാക്കുന്നത്. അപ്പൊ എന്ത് പറഞ്ഞു? ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, അതുകൊണ്ട് കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യനോട് എന്ത് ചെയ്യുമെന്ന് ധൈര്യത്തോടെ പറയാമെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാല് ഒരു കുടുംബനാഥന്റെ ഏറ്റവും വലിച്ചു കളയുന്ന കാര്യം, കുടുംബജീവിതം നേരിട്ടുള്ള ആളുകൾക്കറിയാം, സാമ്പത്തിക പ്രതിസന്ധി അത് വളരെ വലിയൊരു പ്രതിസന്ധിയാണ്, അല്ലെ? നമ്മൾ പലതും മറന്നു പോകുന്ന പല കാര്യങ്ങളും മറന്നു പോകാൻ സാധ്യതയുള്ള സമയമാണ്. എന്നാൽ അവിടെ നമ്മൾ വായിക്കുന്ന എന്താണ്? ദൈവത്തിൽ ആശ്രയിച്ച്, അങ്ങനെയുള്ള സമയങ്ങളിൽ ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വാസത്തിന്റെ ഒരു പ്രസ്താവന നടത്തുവാനായിട്ടാണ് ആവശ്യപ്പെടുന്നത്. ദൈവം എനിക്ക് തുണയാണെന്നുള്ള കാര്യം മനസ്സിലാക്കി കർത്താവിനോട് പ്രാർത്ഥിച്ച് വിശ്വാസത്തിന്റെ ഒരു പ്രസ്താവന നടത്താനായിട്ടാണ് ആ പ്രതിസന്ധിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. വരുന്നവരുടെ വിശ്വാസത്തിൽ അവൻ ശക്തിപ്പെടാനായിട്ടാണ് അവനോട് പറഞ്ഞത്. എന്താ പ്രസ്താവന? കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? ഈ മാനുഷികമായ സാഹചര്യങ്ങൾക്ക് എന്നോട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വാസത്തില് ഒരു പ്രസ്താവന നടത്താനായിട്ടാണ്. ഉടനെ പണം കീശയിലിട്ട് തരുമെന്നല്ല ദൈവവചനം പറയുന്നത്, അല്ലെങ്കിൽ സമ്പത്ത് അല്ലെങ്കിൽ വസ്തുവകൾ തരുമെന്നല്ല. ദൈവത്തിന്റെ വാഗ്ദാനം എന്താണ്? സാമ്പത്തിക പ്രതിസന്ധിയിലും ജീവിക്കാനായിട്ട് ദൈവം നമ്മെ പഠിപ്പിക്കുമെന്നാണ് നമ്മളോട് പറയുന്നത്. അതാണ് പറഞ്ഞത്, ആ പ്രതിസന്ധികളുടെ മധ്യത്തിൽ കർത്താവ് എനിക്ക് തുണ, മനുഷ്യൻ എന്നോട് ഞാൻ പേടിക്കുകയില്ല. മനുഷ്യനോട് പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ, ആ പ്രതിസന്ധികളിൽ വിശ്വാസം നിലനിൽക്കുവാനുള്ള അഭ്യാസമാണ് പ്രാർത്ഥന നമുക്ക് നൽകുന്നത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല ഉള്ള മറുപടിയാണ് നല്ല ദൈവം നമ്മൾ പറയുന്നത്. ജീവിത സമസ്യകളുടെ മുമ്പില് പകച്ചു നിൽക്കുമ്പോൾ, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നമ്മളെ കുഴയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ഭൗതികമായ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വരാം. കുടുംബജീവിതത്തെ കുറിച്ചാണ് അവിടെ 13 അധ്യായത്തിൽ പറയുന്നത്. അവിടെ പിള്ളേരുടെ പ്രശ്നമുള്ള കാര്യം, പിള്ളേരുടെ വിദ്യാഭ്യാസം, കുട്ടികളുടെ ജോലി, അവരുടെ വിവാഹം നടക്കുന്നില്ല, അങ്ങനെയുള്ള ധാരാളം പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുമ്പോൾ, അങ്ങനെ നമ്മുടെ ഭൗതിക ജീവിതം മുന്നോട്ട് പോകാനാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദൈവവചനം നമ്മളോട് പറയുന്നത് അബ്രഹാം ചെയ്ത രീതിയിൽ ചെയ്യാനാണ് കൃത്യമായി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അബ്രഹാമിന്റെ ജീവിതത്തിൽ അബ്രഹാം വലിയൊരു പ്രതിസന്ധി അഭിമുഖീകരിച്ചു. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തില് താൻ ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാൻ പോയപ്പോൾ ഇസ്ഹാക്ക് ഒരു ചോദ്യം ചോദിച്ചെന്താണ്? തീയും വിറകുമുണ്ട്, എന്നാൽ തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? എന്താണ് അബ്രഹാം പറഞ്ഞത്? മറുപടി ഇല്ലാത്ത ചോദ്യമാണ്. നമുക്കറിയാം, അതിനെക്കുറിച്ച് നമുക്കറിയാം, ലോകത്തിൽ ഒരു പിതാവും അഭിമുഖീകരിക്കാത്ത കഠിനമായിട്ടുള്ള ചോദ്യത്തിന് മുമ്പിലാണ് അബ്രഹാം നിൽക്കുന്നത്. തീയും വിറകുമുണ്ട്, ആ ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? നമുക്കറിയാം ആട്ടിൻകുട്ടി ആരാണെന്ന്. എന്നാൽ അബ്രഹാം എന്താണ് പറഞ്ഞത്?
ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കി കരുതിക്കൊള്ളും മകനെ. യഹോവ ഈരെ എന്നാണ് പറഞ്ഞ് നമ്മൾ വായിക്കുന്നത്. യഹോവ കരുതിക്കൊള്ളും. അത് തന്നെയാണ് ഇവിടെ എബ്രായ കർത്താവ് പറയുന്നത്. എന്താണ് പറയുന്നത്? ഞാൻ ദൈവം എന്ത് പറയാൻ ആകെ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യരോട് എന്ത് ചെയ്യുമെന്ന് ധൈര്യത്തോടെ പറയുവാനായിട്ടാണ്. ജീവിത പ്രതിസന്ധികളുടെ മുമ്പിൽ പ്രാർത്ഥിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് അതിനെ അഭിമുഖീകരിക്കുവാനായിട്ടാണ് ദൈവവചനം നമ്മോട് പറയുന്നത്. നമുക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ, പൗലോസ് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ദാരിദ്ര്യത്തിന്റെ അവസരം കടന്നു പോയിട്ടുണ്ട്. ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുവാനായിട്ട് ദൈവം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പൗലോസ് പറയുന്നത്. അതാണ് ഫിലിപ്പിലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ 12-ാം വാക്യത്തിലൊക്കെ വായിക്കുന്നത്. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം, തൃപ്തനായിരിക്കാനും വിശന്നിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും ബുദ്ധിമുട്ട് അനുഭവിക്കാനും ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്നാണ് പൗലോസ് തന്റെ അനുഭവത്തെ കുറിച്ച് പറയുന്നത്. ഇതാണ് നമ്മളും പ്രോസ്പെരിറ്റി ഗോസ്പലുകാർ തമ്മിലുള്ള വ്യത്യാസം. അവർ പറയുന്നത് എന്താണ്? കർത്താവിനോട് ചോദിക്കുക, നമ്മുടെ ബാങ്കിലേക്ക്, അക്കൗണ്ടിലേക്ക്, ഈശയിലേക്ക് പണം വരുമെന്നാണ്. ബൈബിൾ പറയുന്നത് അങ്ങനെയല്ല. താഴ്ചയിലിരിക്കാനുള്ള ശക്തി തരും. താഴ്ചയിലിരിക്കാൻ നീ പഠിക്കും. തൃപ്തനായിരിക്കാൻ, വിശന്നിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും, വിശന്നിരിക്കാന്, അത് താഴ്ചയിലിരിക്കാന്, സമൃദ്ധിയിലിരിക്കാന്, തൃപ്തനായിരിക്കാൻ, ഇങ്ങനെയുള്ള ഏത് സാഹചര്യത്തിലും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാനായിട്ട് നമ്മളെ അഭ്യസിപ്പിക്കുമെന്നാണ് പ്രാർത്ഥന. അപ്പോൾ ഇത് പ്രോസ്പെരിറ്റി ഗോസ്പൽ പറയുന്നത് എന്താണ്? ചോദിച്ചാൽ ഉടനെ ആ തുക കീശയിലിടുമെന്നാണ്. ഇവിടെ നാം വായിക്കുന്നത്. ചോദിക്കാം, നിങ്ങൾക്കൊന്നും ചോദിക്കാം, നല്ല പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാം തരാന്നല്ലേ പറഞ്ഞു. ഇതെല്ലാം നിങ്ങൾക്ക് തരുമെന്നാണ് മത്തായിയിൽ കർത്താവ് പറഞ്ഞത്. എന്നെ അതിനപ്പുറത്ത് ആഗ്രഹങ്ങൾ ആരാ ഉള്ളത്? തരുമെന്ന് പറഞ്ഞു. തരുന്നത് ഇതാണ്, അതിനുള്ള കൃപയാണ്, അതിലൂടെ നടക്കുവാനായിട്ടുള്ള. അതാണ് നമ്മൾ പറയുന്നത്, വായിക്കുന്നത്. തീയിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടി ഇരിക്കും, വെള്ളം നിന്നെ മുക്കിക്കളയുകയില്ല എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പണ്ട് ഒരാൾ അതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചതെല്ലാം കിട്ടിയില്ലെന്ന് മാത്രമല്ല, എനിക്കുണ്ടായിരുന്ന പലതും നഷ്ടപ്പെട്ടെന്ന്. അത് പ്രാർത്ഥന അനുഭവമായിട്ട് അദ്ദേഹം പറഞ്ഞാണ്. ഞാൻ പ്രാർത്ഥിച്ചത് കിട്ടിയില്ലെന്ന് മാത്രമല്ല, എനിക്കുണ്ടായിരുന്ന പലതും നഷ്ടപ്പെട്ടു. എന്തൊക്കെയാണ്? സ്വയാശ്രയം, അഹങ്കാരം, അസൂയ, നിരാശ, ആകുലത, ഇതെല്ലാം നഷ്ടമായിരുന്നു. അതിനുവേണ്ടിയാണ് പ്രാർത്ഥന വെച്ചിരിക്കുന്നത്, അല്ലെ? യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ അവിടെ ബിസിനസ് ചെയ്ത വിശ്വാസികളെ നമ്മൾ കാണുന്നുണ്ട്. അവരെന്താ പറഞ്ഞത്? യാക്കോബിന്റെ ശേഷം ലേഖനം 4-ാം അധ്യായത്തിന്റെ 13 ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പറയുന്നവര് നാളെ നമ്മളോട് ഉള്ളതല്ല. എന്താ പറയുന്നത്? 15-ാം വാക്യത്തില് കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നതൊന്നും ചെയ്യുന്നല്ലേ പറയേണ്ടത്. അപ്പൊ കർത്താവാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്. അവിടെ പറഞ്ഞു നിങ്ങൾ ബിസിനസ് ചെയ്യേണ്ടത് കർത്താവിനെ ആശ്രയം ചെയ്യാൻ പറഞ്ഞു. കർത്താവിന് ഇത് നടക്കും. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ അഭിമുഖീകരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത് ചിലപ്പോൾ ആ പ്രശ്നങ്ങൾക്ക് ദൈവം നൽകുന്ന ഉത്തരം ആ പ്രശ്നങ്ങൾ കൂടെ കടന്നുപോയി കർത്താവിൽ ആശ്രയിച്ച് അതിനെ തരണം ചെയ്യാനായിട്ടുള്ള കൃപയാണ് നമുക്ക് നൽകുന്നത്. ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള ഉത്തരമാണ് നമുക്ക് ദൈവം നൽകുന്നത് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ശരി, നമുക്ക് വേറൊരു മേഖലയോടെ നോക്കാം. ഒരു ആത്മീയ മേഖലയിലെ പ്രാർത്ഥന നമുക്ക് നോക്കാം. നമുക്കറിയാം, ഏറ്റവും ഉത്തരം കിട്ടാനായിട്ട് എളുപ്പമുള്ളത് ആത്മീയ മേഖലയിലെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരമാണ്. ദൈവവചനത്തിലെ പുതിയ നിയമത്തിലെ പ്രത്യേകിച്ച് മിക്കവാറും വാഗ്ദത്തങ്ങൾ ആത്മീയമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വാഗ്ദത്തങ്ങളാണെന്ന് കൃത്യമായി പഠിച്ചാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നാം ദൈവത്തോട് ചോദിച്ചാൽ അതിന്റെ മറുപടി അപ്പൊ തന്നെ കിട്ടുമോ? ചോദിച്ചാൽ അപ്പോൾ തന്നെ അതുപോലെ തരികയാണോ, അതോ ദൈവത്തിന്റെ സമയത്ത് ദൈവത്തിന്റെ ഹിതം പോലെ തരികയാണോ ചെയ്യുന്നത്? നമുക്ക് ചോദിച്ചു നോക്കാം. നമുക്ക് ആ ചോദ്യം നോക്കാം. ആത്മീയമായിട്ടുള്ള പ്രശ്നത്തിന് വേണ്ടി പൗലോസ് പ്രാർത്ഥിച്ച രംഗം നമുക്ക് പരിശോധിച്ച് നോക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം നമുക്കറിയാം. കൊരിന്ത്യർക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ട്. കൊരിന്ത്യയിലുള്ള അവിടെ വ്യഭിചാരമുണ്ട്, അവിടെ ആളുകൾ തമ്മിൽ കലഹമുണ്ട്, കക്ഷി വഴക്കുണ്ട്. അവിടെ ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ അതെല്ലാം പരിഹരിക്കാൻ വേണ്ടി പൗലോസ് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം. 1 കൊരിന്ത്യർ ലേഖനം എഴുതി, 16 അധ്യായമുള്ള ഒരു ലേഖനം എഴുതി. അതിന് മുമ്പ് ധാരാളം പ്രാർത്ഥിച്ചാണ്. എന്തൊക്കെ പ്രാർത്ഥിച്ചാണ്? എഫേസ്യർ 3-ാം അധ്യായത്തിൽ പറഞ്ഞ 1-ാം അധ്യായത്തിലൊക്കെ പറയുന്ന പ്രാർത്ഥനകൾ നടത്തിക്കാണ്. എന്താ പറയുന്നത്? സ്വർഗത്തിലും ഭൂമിയിലും പേര് വരുവാൻ കാരണമായ പിതാവിന്റെ മുമ്പിൽ മുട്ടുകുത്തി നിങ്ങളുടെ അകത്തെ മനുഷ്യനെ ശക്തിയോടെ ബലപ്പെടണം. ക്രിസ്തു വിശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണം. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹം അറിയുവാൻ നിങ്ങൾ പ്രാപ്തരാകണം. ദൈവത്തിന്റെ എല്ലാ നിറവോളം നിങ്ങൾ നിറഞ്ഞു വരണം. ഈ പ്രാർത്ഥനയൊക്കെ തീർച്ചയായിട്ടും പൗലോസ് കൊരിന്ത്യർക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന. പൗലോസിന്റെ ഇത് എഫേസ്യരിൽ നമുക്ക് എഴുതുന്നു. എന്നിട്ട് എന്താ മറുപടി? എന്താ പ്രശ്നം? എന്നിട്ട് എന്താ ഉത്തരം കിട്ടിയത്? ഉടനെ കൊരിന്ത്യര് ഇങ്ങനെ ആയി തീർന്നോ? ഇല്ല. നമ്മൾ വായിക്കുന്നത് 1 കൊരിന്ത്യര് എഴുതിയപ്പോൾ പൗലോസ് കൊരിന്ത്യലേഖനം എഴുതി. പിന്നെന്ത് ചെയ്തു? അങ്ങോട്ട് പൗലോസ് തിത്തോസിനെ വിട്ടു, തിമോത്തിയോസിനെ ആദ്യം വിട്ടു.
നേരിട്ട് അവരോട് സംസാരിക്കാൻ. തിമോഥെയോസിലേക്ക് തിത്തോസിനെ അയച്ചു. പിന്നീട് നമ്മൾ കാണുന്നത് 2 കൊരിന്ത്യർ എഴുതുമ്പോൾ എന്താ പറയുന്നത്? ഇതെല്ലാം കഴിഞ്ഞിട്ട് 2 കൊരിന്ത്യർ ലേഖനം എഴുതുന്നത്. അപ്പൊ എന്താ പറയുന്നത്? 2 കൊരിന്ത്യർ 13 അധ്യായം വായിച്ചു നോക്കിയേ. 13:7 നമ്മൾ വായിക്കുന്നത്, നിങ്ങളൊരു ദോഷവും ചെയ്യാതിരിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്നാണ്. ഇപ്പോൾ അവര് ദോഷം ചെയ്യുന്നവരാണ്. ശരി, അതിന്റെ 9-ാം വാക്യം, നിങ്ങളുടെ യഥാസ്ഥാനത്തിനായി തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാല് കൊരിന്ത്യരെ യഥാസ്ഥാനപ്പെട്ടിട്ടില്ല. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും പ്രാർത്ഥിച്ചിട്ടും കൊരിന്ത്യര് അവർ കുറെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചത് നമുക്കറിയാം. എന്നാൽ അവർ കുറെ മാറ്റങ്ങളൊക്കെ വന്നു. രജിസ്ട്രേഷൻ ഇതുവരെയും നടന്നില്ല. നമുക്കറിയാം, പൗലോസ് പറഞ്ഞു, ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കുന്നത്. ദൈവം വളരുമാറാക്കുന്നത് തന്റെ ഹിതപ്രകാരം തന്റെ സമയത്താണ്. ഇപ്പൊ നമ്മള് ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളാണ് നമ്മൾ 4 മേഖലകളുള്ള പ്രാർത്ഥനയാണ്. ഒന്ന് മാനസിക മേഖലയില് ശാരീരികമായിട്ടുള്ള കാര്യമേഖലയിലെ പ്രാർത്ഥന, ഭൗതികമായ വസ്തുക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ആത്മീയമായ വളർച്ചയ്ക്കുള്ള പ്രാർത്ഥന. ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉടനെ ഉത്തരം ചോദിച്ചതുപോലെ കൊടുക്കുക എന്നുള്ളതല്ല ദൈവത്തിന്റെ പരിപാടി. ദൈവത്തിന്റെ ഉത്തരങ്ങൾ ദൈവത്തിന്റെ സമയത്ത് ദൈവത്തിൻ്റെതായ രീതിയിലാണ്. അതിനെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾക്ക് 3 ഉത്തരങ്ങളുണ്ടെന്നാ പറയുന്നത്. ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയ്ക്ക് 3 ഉത്തരമുണ്ട്. ഒന്ന്, ഇറ്റ് ഈസ് നോട്ട് ഹിസ് വിൽ, അതവന്റെ ഹിതമല്ല. 2, അതാണ് യെരമ്യാവിനോടൊക്കെ പറയുന്നത്, അവന്റെ ഹിതമല്ല, ഇറ്റ് ഈസ് നോട്ട് ഹിസ് വിൽ. ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയുടെ 2ാമത്തെ ഉത്തരം, ഇറ്റ് ഈസ് നോട്ട് ഹിസ് ടൈം, കർത്താവിന്റെ സമയമായിട്ടില്ല, ഇറ്റ് ഈസ് നോട്ട് ഹിസ് ടൈം. കർത്താവിനൊക്കെ നമുക്കറിയാം അല്ലെ, പിന്നീടാണ് 3 ദിവസം കഴിഞ്ഞിട്ടാണ് കർത്താവിന് മറുപടി. ഇറ്റ് ഈസ് നോട്ട് ഹിസ് ബെസ്റ്റ്, ഏറ്റവും നല്ല ഉത്തമമായിട്ടുള്ള നല്ലതല്ല. ആളെ സംബന്ധിച്ചിടത്തോളം, ലഭിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉത്തമമായിട്ടുള്ള ദൈവം കൊടുക്കുന്നു. അതാണ് നമ്മൾ ആ വിശ്വാസത്തിൽ ശക്തിപ്പെടുക എന്നുള്ളത്. അതാണ് അബ്രഹാമിന്റെ ഒക്കെ അല്ലെ, നമ്മുടെ എബ്രായ ലേഖനത്തിലൊക്കെ പറയുന്ന അതാണ്. നമ്മളുടെ ജീവിതത്തെ ശക്തീകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഉത്തരമില്ലാത്ത പ്രാർത്ഥനയില്ല. ഉത്തരമില്ലാത്ത പ്രാർത്ഥനകൾക്ക് 3 ഉത്തരമുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ഹിസ് വിൽ, ഇറ്റ് ഈസ് നോട്ട് ഹിസ് ടൈം, ഇറ്റ് ഈസ് നോട്ട് ഹിസ് ബെസ്റ്റ്. അപ്പോൾ ഏത് മേഖലകളിൽ നമ്മൾ പ്രാർത്ഥിച്ചാലും അത് ദൈവത്തിന്റെ ഹിതപ്രകാരമാണ് ദൈവം നമുക്ക് ഉത്തരം നൽകുന്നത്. നാം വിചാരിച്ച രീതിയിലല്ല എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പിന്നെ നമുക്ക് സാധാരണ അറിയാവുന്ന പ്രാർത്ഥനയ്ക്ക് ധാരാളം തടസ്സങ്ങൾ, നമ്മൾ വിശ്വാസത്തിന്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടുകയില്ല. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതേപോലെ നമ്മുടെ യാക്കോബ് പറയുന്നുണ്ടതാണ്, നിങ്ങള് സംശയിച്ചുകൊണ്ട് ചോദിച്ചാൽ കിട്ടുകയില്ല, ക്ഷമിക്കാഞ്ഞാൽ കിട്ടുകയില്ല എന്നുള്ള കാര്യം അല്ലെ. ഞാൻ ഹൃദയത്തിൽ ദോഷം നിരൂപിച്ചിരുന്നെങ്കിൽ യഹോവ കേൾക്കയില്ലായിരുന്നു എന്നൊക്കെ നമ്മൾ വായിക്കും. ദൈവത്തെ പ്രകാരമല്ലായിരിക്കാം. അങ്ങനെ പ്രാർത്ഥനയുടെ തടസ്സങ്ങളൊക്കെ നമ്മൾ സാധാരണയായിട്ട് ധാരാളമായിട്ട് കേൾക്കുന്നതാണ്. എന്നാൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ ഹിതപ്രകാരമാണ് ദൈവം നമുക്ക് ഉത്തരമരുളുന്നത്. ദൈവത്തിന്റെ സമയത്താണ് ലഭിക്കുന്ന നമുക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യങ്ങളാണ് ദൈവം നൽകുന്നത്. അതുകൊണ്ട് പലപ്പോഴും ദൈവം ഉത്തരങ്ങള് താമസിച്ചായിരിക്കാൻ കിട്ടുന്നത്, അല്ലെങ്കിൽ നാം ഉദ്ദേശിച്ച രീതിയിലായിരിക്കില്ല. നമുക്ക് അതിലൂടെ ആ പ്രശ്നത്തിൽ കൂടെ കടന്നു പോകാനുള്ള ശക്തിയും നമ്മളുടെ ആത്മീയമായിട്ടുള്ള വളർച്ചയും നമുക്ക് വലിയ അനുഗ്രഹങ്ങളും. കർത്താവിനൊക്കെ കിട്ടിയ ഉത്തരവ് എന്ന് നമുക്കറിയാം, മനുഷ്യരാശിക്കുള്ള അനുഗ്രഹമാണ് കർത്താവിന്. മനുഷ്യമായിട്ട് പറഞ്ഞാൽ കർത്താവിന്റെ പ്രാർത്ഥനയ്ക്ക് ലഭിച്ച മറുപടി എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ ഉത്തരമില്ലാത്ത പ്രാർത്ഥനകളെ നാം അങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ ദൈവത്തിന്റെ ഹിതപ്രകാരം ഒക്കെ പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ ദൈവസ്ഥനിൽ ചെന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് ഉത്തരം ലഭിക്കണമെന്നാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നതെങ്കിലും ഈ സമസ്യ, ഉത്തരമില്ലാത്ത പ്രാർത്ഥനകളുടെ സമസ്യ എന്നുള്ളത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ അവിടെ ഉണ്ടായിരിക്കും. എന്നാൽ നാം പറഞ്ഞതുപോലെ ചിലപ്പോൾ നമുക്കറിയാം, ഒരു കുഞ്ഞ് ഒരു മൂർച്ചയുള്ള കത്തിക്ക് വേണ്ടി ചോദിച്ചാൽ നാം കൊടുക്കുകയില്ല. അതിനവിടെ ദൈവത്തിന്റെ സമയത്തല്ലാതെ ദൈവം നമുക്ക് തരികയില്ല. ദൈവത്തിന്റെ ഹിതപ്രകാരമല്ലാത്ത കാര്യങ്ങളും നമുക്ക് ലഭിക്കുകയില്ല. കർത്താവിന്റെ സമയത്ത് കർത്താവിന്റെ ഹിതപ്രകാരം നമുക്ക് ഏറ്റവും നല്ലത് നൽകി നമ്മളെ ദൈവരാജ്യത്തിന്റെ നല്ല പൗരന്മാരായിട്ട് നമ്മൾ രൂപമാറ്റം വരുത്തുവാനായിട്ട് യേശുക്രിസ്തു എന്ന തലയോളം നമ്മളെ വളർത്തുക എന്നുള്ളതാണ് ഈ ലോകത്തിൽ നമ്മളെ സൂക്ഷിക്കുമ്പോൾ കർത്താവ് നമ്മളെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മാനസികവും ആത്മീയവും ഭൗതികവും അതുപോലുള്ള ഏത് മേഖലകളിലും, ആത്മീയമായിട്ടുള്ള എല്ലാ മേഖലകളിലും ആ ഒരു ലക്ഷ്യമാണ് നമ്മുടെ ദൈവത്തിനുള്ളത്. അവൻ നമ്മുടെ പിതാവാണ്, നമ്മളുടെ ബെസ്റ്റ് അവൻ അറിയാം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞതുപോലെ കർത്താവിന്റെ ഗസമനിലെ പ്രാർത്ഥന കർത്താവ് അവസാനിപ്പിച്ചത്, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ. കർത്താവെ, നിന്റെ സമയത്ത് നിന്റെ ഹിതപ്രകാരം എന്റെ ഏറ്റവും നല്ലത് നീ അറിയുന്നു, നീ എന്റെ പിതാവാണ്, ഞാൻ നിന്റെ മുമ്പില് മുട്ടുമടക്കുന്നു എന്ന് പറയുവാനായിട്ട് നമുക്ക് കഴിയണം. അതാണ്
യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന. അങ്ങനെയുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം നമ്മളെ ഏവരെയും ശക്തിയിൽ ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനകൾ വരുത്തുന്ന ചോദ്യങ്ങൾ വിഷയം സംബന്ധിച്ച് നമ്മൾ കേൾക്കുകയായിരുന്നു. പലപ്പോഴും ദൈവം അത് ആഗ്രഹിക്കാഞ്ഞിട്ടല്ല, പകരം ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാതിരിക്കണം എന്ന് ആഗ്രഹിക്കാത്തതല്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ തിരുവചനത്തിൽ നിന്ന് ശ്രദ്ധിച്ചു. തിരുവചനത്തിലെ പ്രാർത്ഥനകളെ കുറിച്ച് നമ്മൾ കേട്ടു. കർത്താവിന്റെ ആ നിലയിലുള്ള കർത്താവിന്റെ നിലപാടുകൾ, പ്രാർത്ഥനയോടുള്ള കർത്താവിന്റെ മനോഭാവം നമ്മൾ കണ്ടു. അപ്പോസ്തലന്മാരുടെ പ്രാർത്ഥനയോടുള്ള അവരുടെ സമീപനത്തെ നമ്മൾ കണ്ടു. നമ്മൾ പ്രാർത്ഥനയെ കുറിച്ച് കേട്ടത് ദൈവത്തിന്റെ അനാസ്ഥയല്ല, മറിച്ച് ദൈവത്തിന്റെ ആഴമുള്ള പദ്ധതിയുടെ ഭാഗമാണ്. ദൈവത്തിന്റെ സമയത്ത് നമുക്ക് അനുവദിക്കാനായിട്ടാണ്. ബെറ്റർ ആയിട്ടുള്ളത് കാര്യങ്ങൾ തന്റെ മക്കൾക്ക് നൽകുവാനായിട്ടുള്ളതാണ്. ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ ഭാഗമാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു. പലപ്പോഴും ലഭിക്കാതിരിക്കാനുള്ള കാരണങ്ങളും നമ്മൾ തിരുവചനത്തിൽ നിന്ന് ശ്രദ്ധിക്കേണ്ടായി. പഠിപ്പിച്ച കർത്തൃദാസനോടുള്ള നന്ദി ഈ ജീവനും ജീവിതവും ശുശ്രൂഷയ്ക്ക് വേണ്ടി അറിയിക്കുന്നു.